Good afternoon. Welcome to Zodiac Academy. Myself Reshma, faculty team Zodiac Academy. ഇന്ന് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സ്കോളർഷിപ്പ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങളുടെ 4th ബാച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നടത്തിയ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്, ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ 100 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. Multiple sclerosis is characterized by impaired cerebral circulation, deficiency of neurotransmitter dopamine, deterioration of the spinal column and progressive demyelination in the central nervous system. Okay, അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ആൻസർ ചെയ്യാം. അറ്റൻഡ് ചെയ്തവർക്ക് ഇവാലുവേറ്റ് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, സോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഏത് ഓപ്ഷനാണ് കറക്റ്റ് പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി. ഓക്കെ, ഗുഡ്. ഓപ്ഷൻ ഡി, പ്രോഗ്രസീവ് ഡീമൈലിനേഷൻ ഇൻ നെർവസ് സിസ്റ്റം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡീമൈലിനേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വിഷ്വൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, നിസ്റ്റാഗ്മസ്, അതുപോലെ ഡിപ്ലോപ്പിയ, പിന്നെ എന്താണ് സ്പീച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, മസ്കുലോസ്കെലിറ്റൽ പ്രോബ്ലംസ് ലൈക്ക് അറ്റാക്സിയ, അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രോബ്ലം ലൈക്ക് അൺസ്റ്റേബിൾ മൂഡ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡീമൈലിനേറ്റിംഗ് ഡിസീസ് ദാറ്റ് അഫക്ട് ദ മൈലിൻ ഷീത്ത് ഓഫ് ന്യൂറോൺ ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ ഒരു പോയിന്റ് മാത്രമല്ല ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ചോദിക്കുക. മറ്റ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട്, ബട്ട് ഫോക്കസ് ഓൺ ഇപ്പോൾ നമുക്കിത് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് ആർ ഓൾസോ നോൺ ആസ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ്, ഹിപ്നോട്ടിക്സ്, എപ്പിലെപ്റ്റിക്സ്, ആൻറ്റി സൈക്കോട്ടിക്സ് ആൻഡ് ആൻറ്റി ഡിപ്രസൻ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ പറ്റും. ഹിപ്നോട്ടിക്സ് എന്താണ് അറിയാം. വളരെ 4 ഓപ്ഷനും വളരെ സിമ്പിളാണ്, ഒട്ടും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ന്യൂറോലെപ്റ്റിക്സ് ഡ്രഗ്സ് ആർ ഓൾസോ നോൺ ആസ് വാട്ട്? ഓക്കെ, ഓപ്ഷൻ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ, ആൻറ്റി സൈക്കോട്ടിക്സ് ആണ് ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആൻറ്റി സൈക്കോട്ടിക്സ് ആണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. സോ മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് 3-part ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് സച്ച് ആസ് പ്രോബ്ലം, ഇറ്റിയോളജി, സൈൻസ് ആൻഡ് സിംറ്റംസ് ഫോർമാറ്റ്, PES ഫോർമാറ്റ്. ഏത് നഴ്സിംഗ് പ്രോസസ്സിൻ്റെ ഫോർമാറ്റാണിത്. അപ്പോൾ ഇത് അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫിസിഷ്യൻ ആൻഡ് നഴ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ നഴ്സ് ഇൻ ഡെലിഗേറ്റിംഗ്. ഇറ്റ് സ്റ്റാൻഡർഡൈസ് ഓർഗനൈസേഷൻ ഓഫ് ക്ലയൻറ്റ് ഡേറ്റ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ഡിക്രീസ് ദ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ. സോ എന്താണ് ആൻസർ? നമുക്ക് അഡ്വാൻറ്റേജ് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് 3-part ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. നഴ്സിംഗ് പ്രോസസ്സിൽ 3 പാർട്ടുണ്ട്. നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസിൽ, നന്ദ നഴ്സിംഗ് ഡയഗ്നോസിസിൽ പറയുന്ന 3 പാർട്ടാണ് ഒരു നഴ്സിംഗ് ഡയഗ്നോസിസിൽ. എന്താണ്? പ്രോബ്ലം, ഇറ്റിയോളജി, സൈൻസ് ആൻഡ് സിംറ്റംസ്. അപ്പോൾ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ സി തന്നെയാണ് പറയുന്നത്. ഗുഡ്. ഇറ്റ് സ്റ്റാൻഡർഡൈസ് ഓർഗനൈസേഷൻ ഓഫ് ക്ലയൻറ്റ് ഡേറ്റ. നമ്മൾ ക്ലയൻറ്റ് ഡേറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തഡ് സ്വീകരിക്കുന്നത്. അല്ലാതെ ബാക്കി 3 ഓപ്ഷനും ഇവിടെ തെറ്റാണ്, മറ്റുള്ള 3 ഓപ്ഷൻ. ഓക്കെ, നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ ദ ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ്, അതേ നഴ്സിംഗ് പ്രോസസ്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The diagnostic statement excess fluid volume related to decreased venous return as manifested by lower extremity edema, that means swelling. The etiology of the problem is
ഇവിടെ ഇറ്റിയോളജി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇഡിയോപ്പതിക് എഡിമ ആൻഡ് എക്സസീവ് ഫ്ലൂയിഡ് വോളിയം ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ. ഏതാണ് വരുന്നത്? എക്സസ് ഫ്ലൂയിഡ് വോളിയം റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ. ഇവിടെ ഇറ്റിയോളജി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി, എക്സസ് ഫ്ലൂയിഡ് വോളിയം. നമുക്കറിയാം എക്സസ് ഫ്ലൂയിഡ് വോളിയം റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ. എന്തുകൊണ്ടാണ് എക്സസ് ഫ്ലൂയിഡ് വോളിയം ഉണ്ടാകുന്നത്? ശരിക്കും ഇറ്റിയോളജി. ഇപ്പം മൈസ്തേനിയ ഗ്രേവിസ്, അതിൻ്റെ ഇറ്റിയോളജി എന്താണ്? കോമൺലി അൺനോൺ ആണ് അതിൻ്റെ ഇറ്റിയോളജി അല്ലേ. പിന്നെ എപ്സ്റ്റീൻ ബാർ വൈറസ് ഒരു കോസ് ആണെന്ന് പറയുന്നു. ഏജ്, ജെനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ ഒരു കോസ് ആണ്. ദാറ്റ് മീൻസ് കോസ്. എക്സസ് ഫ്ലൂയിഡ് വോളിയത്തിൻ്റെ കോസ് എന്താണ്? റിലേറ്റഡ് ടു ഡിക്രീസ് വീനസ് റിട്ടേൺ. ആക്ച്വലി അവിടെ കോസ് എന്ന് പറയുന്നത് ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി, ഡിക്രീസ് വീനസ് റിട്ടേൺ ആണ് ആക്ച്വൽ കോസ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. സോ ഇറ്റിയോളജിയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇറ്റിയോളജി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് പ്രോബ്ലമാണ്. ഇവിടുത്തെ എക്സസ് ഫ്ലൂയിഡ് വോളിയം എന്ന് പറയുന്നത് പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിൻ്റെ ഇറ്റിയോളജി എന്ന് പറയുന്നത് വീനസ് റിട്ടേൺ കുറഞ്ഞതാണ്. അതിൻ്റെ സിംറ്റംസ് ആണ് എന്ത്? ലോവർ എക്സ്ട്രിമിറ്റി എഡിമ, ദാറ്റ് മീൻസ് സ്വെല്ലിംഗ്. ഓക്കെ, ക്ലിയർ? So next question, question number 5, introduction of solid food along with the breastfeeding is called. പീഡിയാട്രിക്കിൽ നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഷെഡ്യൂൾഡ് ഫീഡിംഗ്, കോംപ്ലിമെൻ്ററി ഫീഡിംഗ്, കണ്ടീഷണൽ ഫീഡിംഗ് ആൻഡ് ഡിമാൻഡ് ഫീഡിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് സോളിഡ് ഫുഡ് അലോങ് വിത്ത് ബ്രസ്റ്റ് ഫീഡിംഗ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ വീനിങ് അല്ലേ, വീനിങ്ങിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ ബി അല്ലേ, കോംപ്ലിമെൻ്ററി ഫീഡിങ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീഡിങ്. ഓക്കെ, നിങ്ങൾക്കറിയാം നമുക്ക് ബ്രസ്റ്റ് ഫീഡിനോടൊപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് വീനിങ് ആണ്. 6 മാസം തൊട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ബ്രസ്റ്റ് ഫീഡ് ഇല്ല, ഇപ്പം അമ്മ ഇല്ല, അമ്മ മരിച്ചുപോയി, അതല്ലെങ്കിൽ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ്, നമ്മൾ പകരം കൊടുക്കുന്ന ഫുഡ്. ഓക്കെ, so next question, the question number 6, the voluntary rejection of unacceptable thought or feelings from conscious awareness is called. Unacceptable thought or feeling from conscious awareness. നമ്മൾ മനഃപൂർവ്വമായിട്ട് എടുത്ത് മറക്കാൻ ശ്രമിക്കുന്നു. സപ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ ആൻഡ് സിംബോളൈസേഷൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നുള്ള എല്ലാ ഡിഫൻസ് മെക്കാനിസം ഫുള്ള് നമ്മൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ? വോളണ്ടറി റിജക്ഷൻ ഓഫ് അൺഅക്സെപ്റ്റബിൾ തോട്ട് ഓർ ഫീലിങ്സ് ഫ്രം കോൺഷ്യസ് അവയർനെസ്. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ ആണ്. മനഃപൂർവ്വമായിട്ട് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നു അല്ലേ, അത് സപ്രഷൻ. ഇനി സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം അക്സെപ്റ്റബിൾ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പെരുമാറുന്നു. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the next question, question number 7, the professional value of nursing that describe the right to self determination is called. ആൾട്രൂയിസം, ഡിഗ്നിറ്റി, ഇൻറ്റഗ്രിറ്റി, ഓട്ടോണോമി. കഴിഞ്ഞ DME എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ആൾട്രൂയിസം. അറിയാലോ, നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, നമ്മുടെ നഷ്ടങ്ങളൊന്നും നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഒന്നും നോക്കാതെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ്, ദാറ്റ് ഈസ് ആൾട്രൂയിസം. ഇവിടെ എന്താണ്? പ്രൊഫഷണൽ വാല്യൂ ഓഫ് നഴ്സിംഗ് ദാറ്റ് ഡിസ്ക്രൈബ് ദ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. എന്താണ്? ഓപ്ഷൻ ഡി, വെരി ഗുഡ്, ഓട്ടോണോമി. അതിന് പറയുന്ന പേരെന്താണ്? ഓട്ടോണോമി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഡ്യൂട്ടിയിൽ നമ്മൾ റെസ്പോൺസിബിൾ ആകുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഇപ്പോൾ ഞാനൊരു ഇഞ്ചക്ഷൻ, ഒരു നേഴ്സായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഒന്ന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊടുത്തപ്പോൾ ഒരു കറക്റ്റ് ഡോസ് അല്ല കൊടുത്തത്. വി ആർ അക്കൗണ്ടബിൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്താലും അതിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, അതിനെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ കുറേ ടേം ഉണ്ട്, അത് ഓർത്ത് വെക്കുക. So next, which of the below is a mortality indicators? എന്താണ്?
നമ്മുടെ ഡെത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, കുറേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഡിസബിലിറ്റി റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ്, ഇൻസിഡൻസ് റേറ്റ്, പ്രിവലൻസ് റേറ്റ്. കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ബി, വെരി ഗുഡ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ് അല്ലേ. നമുക്കറിയാം ക്രൂഡ് ഡെത്ത് റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, കേസ് ഫേറ്റാലിറ്റി റേറ്റ്, അങ്ങനെ കുറേ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വരുന്നത് ഏതാണ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term MRSA in bacteriology stands for multi-drug resistant staphylococcus aureus, methicillin resistant staphylococcus and methicillin resistant staphylococcus aureus and methicillin reactive staphylococcus aureus. ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഒന്ന് റെസിസ്റ്റൻ്റ് ആണ്, ഒന്ന് റിയാക്റ്റീവ് ആണ്. എന്താണ് MRSA? ഓപ്ഷൻ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റൻ്റ്, റിയാക്റ്റൻ്റ് അല്ല, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. The dimension of health concerned with the proper biological functioning is called. Dimension of health concerned with the proper biological functioning. Physical dimension, mental dimension, spiritual and social dimension. Biological അതായത് ഡയമെൻഷൻ ഓഫ് ഹെൽത്തിനകത്ത് വരുന്നത് തന്നെയാണ് ഇത് 4 എണ്ണം. ഓക്കെ, അതായത് ഹെൽത്ത് ഡയമെൻഷനിൽ വരുന്നതാണ് ഈ 4 ഓപ്ഷനും. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ വിത്ത് പ്രോപ്പർ ബയോളജി, ദാറ്റ് കൺസേൺ വിത്ത് പ്രോപ്പർ ബയോളജിക്കൽ ഫങ്ഷനിങ്. നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷനിൽ ഇതിലേത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഡയമെൻഷൻ ഓഫ് ഹെൽത്തിനകത്ത് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് വൊക്കേഷണൽ, ഇതെല്ലാം അതിൻ്റെ എന്താണ് ഡയമെൻഷൻ ഓഫ് ഹെൽത്തിനകത്ത് വരുന്നത് തന്നെയാണ്. നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ. ഓക്കെ, ഫിസിക്കൽ തന്നെയാണ് കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 കുറച്ച് ഫാസ്റ്റ് ആകുമെന്ന് അറിയാം, ബട്ട് നമ്മുടെ ടൈം ലിമിറ്റ് കൊണ്ടാണ് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എ സ്കെയിൽ ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു അസസ് എ സബ്ജക്റ്റ് ഫോർ എ മൂഡ് ഡിസോർഡർ. മൂഡ് ഡിസോർഡർ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുക ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണോ എന്ന് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ സ്കെയിൽ ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് എന്നാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് സാധാരണ എന്ത് ചെയ്യും, അറിയാം, വെപ്രാളത്തിൽ അങ്ങ് ആൻസർ ചെയ്യുമ്പോൾ തെറ്റരുത്. അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിൽ വരാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വേക്ക്ഫീൽഡ്, ഹാമിൽട്ടൺ ആൻഡ് ബെക്ക് ഇൻവെൻറ്ററി ആൻഡ് എന്താണ് എഡിൻബർഗ് ഇൻവെൻറ്ററി, ഇതിൽ ഏതാണ് വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പറയാമോ? The scale that cannot be used to assess. അതായത് ഇതിൽ 3 എണ്ണം മൂഡ് ഡിസോർഡർ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതിൽ 1 എണ്ണം മാത്രം പറ്റുന്നില്ല. അത് ഏതാണ്? അതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസ്, അതായത് ബെക്ക്, ഹാമിൽട്ടൺ ആൻഡ് വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഈ 3 എന്താണ് സ്കെയിലും നമ്മൾ മൂഡ് ഡിസോർഡർ അതായത് ഡിപ്രഷനൊക്കെ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ദ ലാസ്റ്റ് വൺ എന്താണ് എഡിൻബർഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡിൻ്റെ എന്താണ് അതിനെ അസസ് ചെയ്യും. മീൻസ് ഒരു വ്യക്തിയുടെ ഡോമിനൻ്റ് ഹാൻഡ് റൈറ്റ് ഓർ ലെഫ്റ്റ് അതിൻ്റെ ഫംഗ്ഷനൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് എന്താണ് എഡിൻബർഗ് എന്ന് പറയുന്നത്. ബാക്കി 3 നമ്മുടെ മൂഡ് ഡിസോർഡർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നു. ഫൈൻ ഡൗണി ഹെയർ നോർമലി ഫൗണ്ട് അബൻഡൻലി ഇൻ പ്രിമച്വർ ബേബീസ് ഈസ് കോൾഡ്. വളരെ സിമ്പിൾ. അതായത് മൈനർ ഡെവലപ്മെൻ്റൽ പെക്കുലാരിറ്റീസ് അല്ലെങ്കിൽ മൈനർ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഇൻ ന്യൂബോൺ എന്നുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പലവട്ടം ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ എല്ലാം, അതിൽ ഒന്നുപോലും നമുക്ക് മാറ്റി നിർത്താനുള്ള എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ പോലും വായിക്കേണ്ട, കണ്ണും പൂട്ടി ആൻസർ ചെയ്യുക. എന്താണ്? ലാനുഗോ അല്ലേ. കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് പ്രിമച്വർ ബേബീസിൽ കാണുന്ന ഒരു ടൈപ്പ് ഹെയർ അല്ലേ, വളരെ എന്താണ് ഫൈൻ ആയിട്ടുള്ളൊരു ഹെയറിനെയാണ് ആ ബോഡി കാണുന്ന ഹെയർ. നമ്മൾ ടേമിൽ അങ്ങനെ കാണാറില്ല, കാരണം ടേം ബേബീസിൽ അത് കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ലാനുഗോ.
ബാക്കി ഈ മൈനർ പ്രോബ്ലംസിനകത്ത് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? മംഗോളിയൻ സ്പോട്ട്, അതുപോലെ തന്നെ ഹാർലിക്വിൻ കളർ ചേഞ്ചസ്, എപ്സ്റ്റീൻ പേൾ മീലിയ, ഇതെല്ലാം. ബട്ട് ക്യാപുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർണിക്സ് കേസിയോസ നിങ്ങൾക്കറിയാം, ബോഡി കവർ ചെയ്തിരിക്കുന്ന ഒരു ചീസി സബ്സ്റ്റൻസ് ആണ് കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉള്ള. ഓക്കെ. ദെൻ ക്യാപുഡ് സക്സീഡിനം എന്ന് പറയുന്നത് ബർത്ത് ഇഞ്ചുറിയിൽ ഉണ്ടാകുന്ന ഹെഡിൽ എക്സ്ട്രാ ക്രാനിയൽ ഇഞ്ചുറിയിൽ വരുന്ന ഒരെണ്ണമാണ് എന്ത്? ക്യാപുഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദ ബിലോ ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ഹസാർഡസ് ഇൻ സ്കൂൾ സെറ്റിംഗ്സ്? ഓക്കെ, നമ്മുടെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് സപ്ലൈ ടു സ്റ്റുഡൻസ് ഷുഡ് ബി സേഫ്. The school should be built near the source of noise. The school should be well ventilated. Health education should be included in the curriculum. Okay. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ? ഡസ് നോട്ട് ഹെൽപ്പ്. താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ സ്കൂൾ സെറ്റിങ്ങിലെ ഹസാർഡസ് ഹെൽപ്പ് മീൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഫുഡ് സപ്ലൈ ടു ദ സ്റ്റുഡൻറ്റ് ഷുഡ് ബി സേഫ് അല്ലേ? പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. The school should be built near the source of noise. ഒരിക്കലും നമ്മളൊരു നോയ്സ് ഏരിയയിൽ ഒരു സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാറില്ല അല്ലേ? നമുക്ക് അത് ഒരു സ്കൂൾ കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ആ ഏരിയയുടെ ലൊക്കേഷൻ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ട്രാഫിക്കിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് നോയ്സിൽ നിന്നോ മാറി നിൽക്കണം എന്നത് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. നിങ്ങൾക്കറിയാം ഓരോ ക്ലാസ് റൂമിൻ്റെയും സൈസ് എത്രയായിരിക്കണം, സ്ക്വയർ ഫീറ്റ് ഇത്ര വേണം, എത്ര വെന്റിലേഷൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ മീൻസ് അത് കോളേജ് ആയാലും സ്കൂളായാലും അതിൻ്റേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ ടെക്സ്റ്റിനകത്ത് അത് പറയുന്നുമുണ്ട്. ഓക്കെ. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാക്ടേഷണൽ അമ്നൂറിയ ആക്ട് ആസ് എ കോൺട്രാസെപ്റ്റീവ് മെത്തഡ്. വളരെ സിമ്പിളായിട്ടുള്ള OB നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിവെൻറ്റിംഗ് സ്പേം എൻട്രി, സ്പെമിസിഡൽ ആക്ഷൻ, പ്രിവെൻറ്റിംഗ് ഇംപ്ലാന്റേഷൻ ആൻഡ് പ്രിവെൻറ്റിംഗ് ഓവുലേഷൻ. ഓക്കെ. ലാക്ടേഷണൽ അമ്നൂറിയ. ഓക്കെ. എന്താണ്? നമുക്ക് പാല് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ പ്രഗ്നൻ്റ് ആകാറില്ല. ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തഡായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ആക്ട് ചെയ്യുന്നു. എങ്ങനെ? ഹൗ? പ്രിവെൻറ്റിംഗ് സ്പേം എൻട്രി, സ്പെമിസിഡൽ ആക്ഷൻ, പ്രിവെൻറ്റിംഗ് ഇംപ്ലാന്റേഷൻ ആൻഡ് പ്രിവെൻറ്റിംഗ് ഓവുലേഷൻ. ഓക്കെ, സിമ്പിളാണ്. എന്താണ്? പ്രിവെൻറ്റിംഗ് ഓവുലേഷൻ. ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nurse has to monitor an infant for the impending respiratory distress. Identify which among the following does not consider as a sign of respiratory effort. Okay? Question മനസ്സിലായി കാണും. നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൽ താഴെ പറയുന്നതിൽ ഇത് കൂടുതലും നമുക്ക് എന്താണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഡസൻറ്റ് കൺസിഡർ ആസ്. ഓക്കെ. ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏത് എന്നാണ് ആൻസർ ക്വസ്റ്റ്യൻ. ഓക്കെ. ഹെഡ് ബോംബിംഗ് ഓർ സീസോ റെസ്പിറേഷൻ, നെയ്സൽ ഫ്ലെയറിംഗ്, ചെസ്റ്റ് റിട്രാക്ഷൻ, അബ്ഡോമിനൽ ബ്ലോട്ടിംഗ്. നോർമലി നമുക്ക് ഒരു ഇൻഫൻ്റ് എന്ന് കണ്ടു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാത്ത ഒരാൾ ചാടി കയറി എന്ത് ചെയ്യും? നെയ്സൽ ഫ്ലെയറിംഗ് ആൻസർ ചെയ്യും. ഷുവറാണത്. കാരണം ഇംപെൻഡിങ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഇൻഫൻറ്റ് അത്രേ കാണത്തുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻ കാണില്ല. ലാസ്റ്റത്തെ വേർഡും സൈൻ ഓഫ് റെസ്പിറേറ്ററി എഫേർട്ട്. സോ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമുക്കിനി ഒരു എക്സാം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായി സീസോ റെസ്പിറേഷൻ ഈസ് കറക്റ്റ് ആൻസർ അല്ലേ? അതുണ്ടാകും. നെയ്സൽ ഫ്ലെയറിംഗ്, ചെസ്റ്റ് റിട്രാക്ഷൻ. ഓക്കെ. അതല്ലാത്തത് ഏത് എന്നാണ്? ഡസൻറ്റ് കൺസിഡർ ആസ് എ സൈൻ ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുമ്പോൾ അയ്യോ എന്നായിപ്പോവും അല്ലേ? അതാണ് നമ്മുടെ അവസ്ഥ. സോ എപ്പോഴും ആ ക്വസ്റ്റ്യൻ ആദ്യം ഒരു വട്ടം വായിച്ച് പിന്നെ ഒരിക്കൽ കൂടി വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അബ്ഡോമിനൽ ബ്ലോട്ടിംഗ്. അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് വരാറില്ല ആ ഒരു കണ്ടീഷനിൽ. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ദ സ്കൂൾ, കോളേജ് ആൻഡ് സ്ട്രീറ്റ് ചിൽഡ്രൻ ഓൺ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അഡിക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പ്രിവെൻഷൻ. സോഷ്യോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടെറിഷറി പ്രിവെൻഷൻ, സെക്കൻഡറി, പ്രിമോഡിയൽ ആൻഡ് പ്രൈമറി. ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾക്കറിയാം. സോ നമുക്കിവിടെ ഒരു റിസ്ക് തന്നെ ഇല്ല
അല്ലേ, ഒരു റിസ്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരു ഡ്രഗ് അഡിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ, കോളേജ്, സ്ട്രീറ്റ് ചിൽഡ്രൻ ഇവർക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഓൾറെഡി അവിടെ ഒരു റിസ്ക് ഗ്രൂപ്പ് വന്നിട്ട് കൂടിയില്ല. അതിനു മുന്നേ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ, ഹിയർ ആൻസർ ഈസ് പ്രിമോഡിയൽ. ഓക്കെ, പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, so next question number 17. Which of the following is not a component of HELP syndrome? HELP syndrome ത്തിൽ വരാത്ത പ്രോബ്ലം നമ്മുടെ OB നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആ പേരിൽ തന്നെ HELLP, ഹീമോലിസിസ്, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, എലിവേറ്റഡ് ലിവർ എൻസൈം ആൻഡ് ബ്ലീഡിംഗ് പെർ വജൈന. ഹെൽപ്പ് സിൻഡ്രത്തിൽ വരാത്തത് എന്ത്? ഇറ്റ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ഹെൽപ്പ് സിൻഡ്രം. H4 എന്താണ്? ഹെൽപ്പ് സിൻഡ്രത്തിലെ H ഹീമോളിസിസ്, EL എന്താണ്? എലിവേറ്റഡ് ലിവർ എൻസൈം, LP ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. സോ ആൻസർ ഈസ് ബ്ലീഡിംഗ് പെർ വജൈന. ഓക്കെ, അതാണ് ഇതിനകത്ത് വരാത്ത ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 18. Which of the below is true statement about H zone of sarcomere? ഓക്കെ, നമ്മുടെ മസിൽസിൻ്റെ യൂണിറ്റ് ആണ് അല്ലെ, ബേസിക് യൂണിറ്റാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിവോയ്ഡ് ഓഫ് തിക്ക് ഓർ തിൻ ഫിലമെന്റ്സ്. ഇറ്റ്സ് കണ്ടെയ്ൻ എന്താണ്? തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ് ലൈയിങ് സൈഡ് ബൈ സൈഡ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ തിൻ ഫിലമെന്റ്സ് ഓൺലി, ഇറ്റ് കണ്ടെയ്ൻ തിക്ക് ഫിലമെന്റ്സ് ഓൺലി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, രണ്ട് ഇസഡ് സോണിന് ഇടയ്ക്കിൽ വരുന്നതാണ് എന്ത്? സാർക്കോമിയർ എന്ന് പറയുന്നത്. അതിൽ 3 ഏരിയ ഉണ്ട്. അതായത് ഐ, രണ്ട് സൈഡിലുമായിട്ട്, ബോത്ത് സൈഡിലായിട്ട് ഐ എന്നുള്ള സോണുണ്ട്. നടുക്ക് വരുന്നതാണ് എ. ഓ സോറി, ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. എന്താണ് ഇതൊരു നമുക്ക് സാർക്കോമിയർ എന്ന് പറയുന്നത് ഒരു മയോഫൈബറിൻ്റെ ഒരു പോർഷനാണ് സാർക്കോമിയർ. ഓക്കെ, അതായത് നമ്മുടെ മസിൽ ഫൈബറിൻ്റെ ഒരു യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബാൻഡ് പോലെ കാണുവാണ്. ഈ രണ്ട് സൈഡ്, ഇതാണ് 2 ഇസഡ് ഡിസ്ക് ആണിത് ഈ കാണുന്നത്. ഇതിന് ഇടയ്ക്ക് വരുന്ന, അതായത് ഈ ഭാഗം, ഇത്രയും ഭാഗം, ഈ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ സാർക്കോമിയർ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഈ ഭാഗം, അതായത് ഇത്രയും ഭാഗം ഐ ബാൻഡ്, ഇതും ഐ ബാൻഡ്. ഈ നടുക്ക് വരുന്നതാണ് എന്ത്? ഇതാണ് എ ബാൻഡ്. അതിനകത്ത് ഈ മിഡിൽ, ഇതിൽ ഈ ഒരു തിക്കായിട്ടുള്ള പോർഷനെ നമ്മൾ എച്ച് സോൺ എന്ന് പറയും. എച്ച് സോണിൽ തന്നെ ഏറ്റവും മിഡിൽ വളരെ തിക്കായിട്ട് കാണുന്ന ഭാഗത്തിനെ എം ബാൻഡ് എന്ന് പറയും. ഓക്കെ, ഇതാണ് സാർക്കോമിയറിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. സാർക്കോമിയർ 2 ഇസഡ് ഡിസ്കിൻ്റെ ഇടയ്ക്ക് വരുന്ന പാർട്ടാണ് സാർക്കോമിയർ. ഒരു മയോഫൈബറിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബോത്ത് സൈഡിലായിട്ട് ഐ ബാൻഡ്, ഏറ്റവും മിഡിൽ വരുന്നത് എ ആണ്. അതിൽ തിക്കായിട്ടുള്ള പോർഷനാണ് എച്ച് സോണായിട്ട് അറിയപ്പെടുന്നത്. എച്ച് സോണിൽ തന്നെ നടുക്കുള്ള കുറേ കൂടെ തിക്കസ്റ്റ് ആയിട്ടുള്ള പാർട്ടിന് നമ്മൾ എം ബാൻഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ദ പോർഷൻ ഓഫ് ദ മയോഫൈബിൾ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 2 ഡിസ്ക് ഈസ് കോൾഡ് എന്താണ്? സാർക്കോമിയർ. ഓക്കെ, ഏരിയ ദാറ്റ് ഇൻക്ലൂഡ് ഓൺലി തിൻ ഫിലമെന്റ്. നമ്മൾ ആ 2 സൈഡിൽ നിങ്ങൾ കണ്ട ഐ ബാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും തിൻ ഫിലമെന്റ് ആണ്. അതിനെയാണ് ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നത്. അതിൽ നടുക്ക് വരുന്ന സെൻട്രൽ പാർട്ട്, അതാണ് എ ബാൻഡ്, ദാറ്റ് ഈസ് കോൾഡ് ഇസഡ് സോൺ. ഇസഡ് സോണിനകത്ത് തന്നെ വരുന്ന തിക്ക് ഫിലമെന്റിന് നമ്മൾ എം ബാൻഡ് എന്ന് പറയുന്നു. ഈ ഇസഡ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും തിക്ക് ആണ്. തിക്ക് ഫിലമെന്റ്സ് വരുന്ന ഭാഗമാണ് ഇസഡ് സോൺ. ഐ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇസഡ് സോൺ അല്ല, എച്ച് സോൺ. ഐ ഫിലമെന്റ്സ് അത് എന്താണ് വരുന്നത്? തിൻ ഫിലമെന്റ്സ് ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് സാധാരണ അനാട്ടമിയിൽ നിന്ന് വരുന്ന പല ക്വസ്റ്റ്യൻസും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. കഴിഞ്ഞ DMEക്ക് വന്ന ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ട്യൂട്ടർ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ എല്ലാം ആ ഒരു ടൈപ്പായിരുന്നു. കുറച്ച് ഡെപ്തിലോട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. So the question number 19, while performing suctioning on a patient, you should
ഫൗണ്ടേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സക്ഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലൈ സക്ഷൻ കണ്ടിന്യൂസ്ലി വൈൽ ഇൻസേർട്ടിങ് ദ കത്തീറ്റർ. കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മൾ സക്ഷൻ കൊടുക്കുന്നു. അപ്ലൈ സക്ഷൻ ഇന്റർമീഡിയറ്റ്ലി ആസ് ദ കത്തീറ്റർ ഈസ് ഇൻസേർട്ടഡ്. കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സക്ഷൻ കൊടുക്കാം. പെർഫോം സക്ഷൻ ഓൺ ദ പേഷ്യൻറ്റ് ഫോർ ലോങ്ങർ ദാൻ 10 സെക്കൻഡ് ഈച്ച് ടൈം. 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ സക്ഷൻ കൊടുക്കുന്നു. ഓക്സിജനേറ്റ് ദ പേഷ്യൻറ്റ് ലങ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സക്ഷനിങ് പ്രൊസീജിയർ. സോ ഏത് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? വൈൽ പെർഫോമിങ് സക്ഷൻ ഓൺ എ പേഷ്യൻറ്റ് യു ഷുഡ്, നിങ്ങൾ എന്താണ് ചെയ്യുക? ഓക്കെ, നമുക്കറിയാം നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണ്, നമുക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള സക്ഷൻ കത്തീറ്റർ നിങ്ങൾ എടുക്കുന്നു. പ്ലസ് എന്നിട്ട് എന്താ ചെയ്യുക? ബിഫോർ സക്ഷനിങ് യു ഷുഡ് എന്താണ്? ഓക്സിജനേറ്റ് ദ പേഷ്യൻറ്റ് അല്ലെ, 100% ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സക്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സക്ഷൻ ചെയ്യുന്നില്ല അല്ലേ, അകത്ത് ചെന്ന് ബ്രോങ്കൈ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ട്രക്കിയ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? കാരീനയുടെ അവിടെ ചെന്ന് സക്ഷൻ കത്തിട്ട് തട്ടുമ്പോൾ പേഷ്യൻ്റ് ചോക്ക് ചെയ്യും, മീൻസ് ജസ്റ്റ് ഒന്ന് ചുമക്കുക. അപ്പോൾ നമുക്കറിയാം ആ ജംഗ്ഷനിൽ എത്തിയെന്ന്. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യും? സക്ഷനോടുകൂടി റൊട്ടേറ്റ് ചെയ്ത് സക്ഷൻ കത്തിട്ട് പുറത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? വീണ്ടും 100% ഓക്സിജനേറ്റ് ചെയ്യുന്നു. ഇതാണ് ശരിക്കുള്ള പ്രൊസീജിയർ. സോ ഇവിടെ സക്ഷൻ, അപ്ലൈ സക്ഷൻ കണ്ടിന്യൂസ്ലി വൈൽ ഇൻസേർട്ടിങ് കത്തീറ്റർ. നമ്മൾ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സക്ഷൻ ചെയ്യാറില്ല, ഇൻ്റർമീഡിയറ്റ് സക്ഷനും ചെയ്യാറില്ല. സക്ഷൻ എന്ന് പറയുന്നത് 10 സെക്കൻഡിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഓക്സിജനേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സക്ഷനിങ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 20, ദ ഗ്രൂപ്പ് അറ്റ് ദ ഇൻക്രീസ് റിസ്ക് ഫോർ ഹെർപ്പിസ് സോസ്റ്റർ. ഹെർപ്പിസ് സോസ്റ്റർ നിങ്ങൾക്കറിയാം, വെരിസെല്ല നമ്മുടെ ചിക്കൻ ബോക്സ് വന്നിട്ട് വെരിസെല്ല വന്നതിന് ശേഷം ആ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ ഡോർമൻ്റായിട്ട് ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ റീആക്ടിവേറ്റ്, അതായത് വെരിസെല്ല റീആക്ടിവേറ്റ് ചെയ്തുണ്ടാകുന്ന പ്രോബ്ലമാണ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഹെർപ്പിസ് സോസ്റ്റർ. ഏതാണ് കൂടുതൽ റിസ്ക് ഉള്ള ഗ്രൂപ്പ് ഏതാണ്? ഇൻഫൻറ്റ് വിത്ത് കൺജനിറ്റൽ ഇൻഫെക്ഷൻ, പേഴ്സൺ അറ്റ് അഡ്വാൻസ്ഡ് ഏജ്, പേഷ്യൻ്റ് വിത്ത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. ഇതിലെല്ലാ ഓപ്ഷൻ എന്തോ ശരി പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷിംഗിൾസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ റിസ്ക് വരാനുള്ള ഗ്രൂപ്പ് ഏത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ റിസ്ക് ഗ്രൂപ്പ് ഏതാണെന്ന് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ ഏറ്റവും റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏജ് കോമൺ ഇൻ പീപ്പിൾ ഓൾഡർ ദാൻ 50. ഏജ് ഗ്രൂപ്പ് കൂടുതലുള്ള ആൾക്കാർ, HIV, എയ്ഡ്സ്, ക്യാൻസർ ഈ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ഡ്രഗ് എടുക്കുന്ന ആൾക്കാർ സച്ച് ആസ് പ്രഗ്നിസോളോൺ. ഓക്കെ, ദീസ് ആർ ദ മോസ്റ്റ് കോമൺ റിസ്ക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ മനസ്സിലായി കാണും. അഡ്വാൻസ്ഡ് ഏജ് ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അഡ്വാൻസ്ഡ് ഏജ്. ഇപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണെങ്കിൽ കൂടി പേഷ്യൻ്റ് പ്രഗ്നിസോൾ എടുത്തിരിക്കണം, പ്രഗ്നിസോളോൺ എടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഇപ്പം നമുക്ക് കൺജനിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ട്, കുഞ്ഞിന് സർജറി ആയിരിക്കാം, നമുക്ക് ചിന്തിക്കാം അതിന് സർജറി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കൺജനിറ്റൽ ഇൻഫെക്ഷൻ ആണ്, ഇമ്മ്യൂണോ സപ്രസ്ഡ് ആണെന്നോ, അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ എന്താ പ്രഗ്നിസോളോൺ എടുക്കത്തില്ലേ, പ്രഗ്നൻറ്റ് വുമൺ അല്ലേ, അത് മീൻസ് എന്താണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ബട്ട് ഈ 4 ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്കാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ ചിന്തിക്കുക. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ദ ക്വസ്റ്റ്യൻ നമ്പർ 21, ദ ഫേമസ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ആരാണ്? നമ്മുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പറയാമോ? ഓപ്ഷൻ എ എന്താണ്? വിഗോസ്കി ആൻഡ് ബ്രണ്ണർ ആൻഡ് എന്താണ് എർഗ്രിസ് ആൻഡ് ബന്ദുര. ഓപ്ഷൻ ഡി അല്ലെ, സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ബന്ദുരയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Question number 22. Dash is said to be all that is learnt during school or college activities, though it is not a designated part of official curriculum. നമ്മുടെ കരിക്കുലം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കരിക്കുലം ഉണ്ട്. നൾ കരിക്കുലം, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്,
എന്താണ് ആൻഡ് നൾ കരിക്കുലം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പിന്നെയും അതിൻ്റെ എന്താണ് സബ് ഡിവിഷൻസും ക്ലാസിഫിക്കേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും എന്താണ് ഒരു പ്ലാനിങ് ആണ്. ഓക്കെ, എങ്ങനെ പോകണം എന്നൊരു പ്ലാനിങ് അല്ലേ, നമുക്ക് എല്ലാ ഐഡിയയും തരുന്നു. സോ ഇറ്റ് ഈസ് സെഡ് ടു ബി all that is learned during school and college, but though it is not a designed part of official curriculum. ഒഫീഷ്യൽ കരിക്കുലത്തിൻ്റെ പാർട്ടല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വൊക്കേഷണൽ കരിക്കുലം, ഹിഡൻ കരിക്കുലം, ഒബ്സർവ് കരിക്കുലം, കരിക്കുലം ആസ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് ഇതിൻ്റെ പാർട്ടല്ലാതെ വരുന്നത് ഹിഡൻ കരിക്കുലം. വെരി ഗുഡ്, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഗുഡ് സ്നേഹ. Question number 23 dash is stated that curriculum present instructional material. കരിക്കുലത്തിൽ നിന്ന് തന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. കരിക്കുലം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്ന ആൾ ആരാണ്? എലിസബത്ത് ആൻഡ് ജാക്കർ, W. Teller and Smith. Dash stated that curriculum present instructional material. ഓപ്ഷൻ ഡി. വെരി ഗുഡ്, സ്മിത്ത് തന്നെയാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 24 ടീച്ചിങ് ഈസ് ബേസ്ഡ് ഓൺ. ഇത് മുന്നേ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഇടയ്ക്കുള്ള ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടീച്ചിങ് ഈസ് ബേസ്ഡ് ഓൺ സ്പിരിച്വൽ കപ്പാസിറ്റി, ഫിസിക്കൽ കപ്പാസിറ്റി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആൻഡ് സോഷ്യൽ കപ്പാസിറ്റി. ടീച്ചിങ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്യുന്നു? നമ്മുടെ എന്ത് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു എബിലിറ്റിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പറയാമോ? വളരെ സിമ്പിളാണ്, ഇതിൽ ചിന്തിക്കാനൊന്നുമില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25 കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. When learner learned through his or her own active response to teaching, that is now called creative learning, individual learning, self-active learning and purposive learning. A learner learned through his own active response to teaching. ഏതാണ് ആൻസർ? വെൻ ലേണർ ലേൺ ത്രൂ ഹിസ് ഓൺ ആക്റ്റീവ് റെസ്പോൺസ് ടു ടീച്ചിങ്. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, വെൻ ലേണർ ലേൺ ത്രൂ ഹിസ് ഓൺ ആക്റ്റീവ് റെസ്പോൺസ് ടു ടീച്ചിങ്. ദ കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? സെൽഫ് ആക്റ്റീവ് ലേണിംഗ് അല്ലേ. സ്വന്തമായിട്ട് നമ്മുടെ തന്നെ എന്താണ് സ്വന്തം റെസ്പോൺസ് മീൻസ് സ്വയം നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ടീച്ചിങ്ങിനോട് സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു? സെൽഫ് ആക്റ്റീവ് ലേണിംഗ് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ടു ഇൻക്രീസ് അവയർനെസ് ഓഫ് റൂറൽ പോപ്പുലേഷൻ ടുവേർഡ്സ് സ്മോൾ ഫാമിലി നോം, ദ ബെസ്റ്റ് മെത്തഡ് ഈസ്. ടു ഇൻക്രീസ് അവയർനെസ് ഓഫ് റൂറൽ പോപ്പുലേഷൻ, നമ്മളൊരു സ്മോൾ ഫാമിലി നോം, ഫാമിലീസ് മെമ്പേഴ്സ് മീൻസ് നമ്മുടെ എന്താണ് ചെറിയ ഫാമിലി എന്നുള്ള ഇതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം റൂറൽ പോപ്പുലേഷനിൽ. അപ്പോൾ ഏതാണ് ഇവിടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തഡ് ഏതാണ്? ഫിലിം ഷോ, ചാർട്ട് ആൻഡ് എന്താണ് എക്സിബിറ്റ്സ്, റോൾ പ്ലേയിങ് ആൻഡ് ടെലിവിഷൻ. അപ്പോൾ ഇതിലേതാണ് വരിക? റോൾ പ്ലേ അല്ലേ. റോൾ പ്ലേ തന്നെയാണ് കറക്റ്റ് മെത്തഡ്. ഇത് നിങ്ങൾക്ക് എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരള PSCയിലും അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. ദ മോസ്റ്റ് കോമൺലി മെത്തഡ് യൂസ്ഡ് ഇൻ ടീച്ചിങ്. നമുക്ക് സാധാരണ നമ്മൾ ടീച്ചിങ് മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, ലെക്ചർ ആൻഡ് സെമിനാർ. നിങ്ങളിതിൻ്റെ ആൻസർ കീ ലാസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന്. അത് നല്ലൊരു മെത്തഡാണ്. നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാകും. വളരെ നാളായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇനിയും മീൻസ് നമുക്ക് പഠനം തുടങ്ങാനുള്ള സമയം ധാരാളമുണ്ട്.
അതുകൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനോടൊപ്പം വർക്കൗട്ട് ചെയ്ത് പോവുക. ലെക്ചർ മെത്തേഡ് അല്ലേ, ലെക്ചർ മെത്തേഡ് തന്നെയാണ് കറക്റ്റ് ആൻസർ. മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ലെക്ചർ മെത്തേഡാണ്. Question number 28. Who among the following is the founder of a philosophical movement in education is called pragmatism? അതായത് ഫൗണ്ടർ ഓഫ് പ്രഗ്മാറ്റിസം ആരാണ്? എമിൽ ഡർക്കിം, ടാൽകോട്ട്, ജോൺ ഡെവെ ആൻഡ് ഹെർബർട്ട് സ്പെൻസർ. ആരാണ് ഫൗണ്ടർ ഓഫ് പ്രഗ്മാറ്റിസം? ഓപ്ഷൻ ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ്, ജോൺ ഡെവെ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29. അഫക്റ്റീവ് ഡൊമൈൻ ഓഫ് ബ്ലൂം ടാക്സോണമി. നമ്മളെല്ലാം കുറച്ച് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്ലൂം ടാക്സോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിന്തസിസ്, റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്. അതിൽ എന്താണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എക്സെപ്റ്റ് നമുക്കറിയാം കൊഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, സൈക്കോമോട്ടോർ ഡൊമൈൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നതാണ് എന്താണ്? ഇൻറ്റേർണലൈസ്, ഓർഗനൈസേഷൻ, വാല്യൂയിങ്, റെസ്പോണ്ട് ആൻഡ് റിസീവിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് വരാത്തത് ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് നിങ്ങൾ ആൻസർ പറഞ്ഞത്? സി ആണോ? സിന്തസിസ് ആണ് അതിനകത്ത് വരാത്തത് കേട്ടോ, എക്സെപ്റ്റ്. സോ നമുക്ക് അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ, വാല്യൂയിങ്, റെസ്പോണ്ട് ആൻഡ് റിസീവിങ്. സിന്തസിസ് വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ leadership theory. One leadership theory state that leader are born and not made. ഓക്കെ, ജനിക്കുമ്പം തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, എന്താണ് ലീഡർ ക്വാളിറ്റി ഉള്ളവരാണ്, അത് പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇത് പറഞ്ഞ തിയറി ട്രേറ്റ് തിയറി, ചരിസ്മാറ്റിക്, ഗ്രേറ്റ് മാൻ ആൻഡ് സിറ്റുവേഷണൽ തിയറി. ഇതിലേതാണ് വരിക? ഇപ്പം തന്നെ ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് ചിന്തിക്കാം അല്ലേ, ലീഡേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് തിയറി എന്ന് പറയുന്നതും വളരെ ഗ്രേറ്റ് ആയിരിക്കും. സോ ഗ്രേറ്റ് മാൻ തിയറി. ഓക്കെ, അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് among the following is not a function of management? പോസ്റ്റ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. ഓക്കെ, എന്താണ് ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ദീസ് ആർ ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഏതാണ് ഇല്ലാത്തത്? കോർഡിനേറ്റിംഗ് ആണ് ഇല്ലാത്തത്. പ്ലാനിങ് ഉണ്ട് കേട്ടോ, പ്ലാനിങ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്. കോർഡിനേറ്റിംഗ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ ആൻസർ ഈസ് എന്താണ്? കോർഡിനേറ്റിംഗ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഫങ്ഷനായിട്ട് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 32. ഗൈഡൻസ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. നമ്മുടെ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഗിവിങ് അഡ്വൈസ്, ടീച്ചിങ് എ ലാംഗ്വേജ്, എന്താണ് ടേക്കിംഗ് ഡിസിഷൻ ഓൺ ദ ബിഹേവിയർ ചെയ്യൂ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ അവർ ഹാപ്പി ആവും, കുറച്ച് സമയം നല്ലൊരു എനർജിയൊക്കെ കിട്ടും, ബുക്കൊക്കെ അടച്ച് ക്ലാസ്സൊക്കെ തീരുമ്പോൾ ആ എനർജി അങ്ങ് പോകും അല്ലേ. നോർമലി അങ്ങനെയാണ്, ഈ പറയുന്ന ഞാനും അങ്ങനെയാണ്. ഓക്കെ, അതെന്താണ്? അഡ്വൈസ്. ഓക്കെ, അപ്പം എന്താണ് കൗൺസിലിംഗ്? ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രോസസ്സ്, അവർ ചെയ്യുന്നത് അല്ലേ, പ്രൊഫഷണലി അവർ പഠിച്ചിട്ടുണ്ട്, അവർ ക്വാളിഫൈഡ് ആണ്, അത് ചെയ്യുമ്പോൾ അതെന്തായി, അതിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, സോ ഗിവിംഗ് ഗൈഡൻസ് ഈസ് എ പ്രോസസ് ഓഫ് വാട്ട്? ഗിവിംഗ് അഡ്വൈസ്. ഓക്കെ, ഗിവിംഗ് അഡ്വൈസ്. അപ്പോൾ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണേൽ കൊടുക്കാം, ഒരു ടീച്ചറിന് കൊടുക്കാം, പാരൻസിന് കൊടുക്കാം, കൊളീഗ്സിന് കൊടുക്കാം അല്ലേ, ആർക്ക് വേണേൽ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. So question number 33. It is the audit which is conducted between two regular audits. രണ്ട് റെഗുലർ ഓഡിറ്റിന് ഇടയ്ക്ക് വരുന്നത് ഇന്റേണൽ, ഫൈനൽ, ഇൻറ്ററിം ആൻഡ് കണ്ടിന്യൂസ്. ആ ടേമിൽ തന്നെ ഉണ്ട് നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഡിറ്റ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ള ഡിവിഷൻസ് വരുന്നുണ്ട്. ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ടോപ്പിക്കാണത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ എന്താണ്. ഞാൻ കുറച്ച് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ ഓഫ് എ പേഴ്സൺ, ഓർഗനൈസേഷൻ, സിസ്റ്റം, പ്രോസസ്, പ്രോജക്റ്റ് ഓർ പ്രോഡക്റ്റ് അല്ലേ. നമുക്ക് സാധാരണ ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും,
ഓഡിറ്റ്, അതായത് നമുക്കിപ്പോൾ ഏത് സെക്ഷൻ, അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട് അല്ലേ, നഴ്സിംഗ് ഓഡിറ്റ്, നമ്മുടെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആ ഒരു ആസ്പെക്റ്റിലോട്ടുള്ള ഓഡിറ്റ് ഉണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റ് ആണോ ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ്ററിം, 2 ഓഡിറ്റ് ഇടയ്ക്കുള്ള റെഗുലർ ഓഡിറ്റിന് ഇടയ്ക്ക് വരുന്നത് ഇൻ്ററിം ഓഡിറ്റാണ്. ക്ലാസിഫിക്കേഷൻസ് നോക്കി വെക്കുക. അടുത്തത് ആൻ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് എഗൈൻസ്റ്റ് എ വെൽ ഡിഫൈൻഡ് ബെഞ്ച് മാർക്ക് ഈസ് കോൾഡ്. അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പെർഫോമൻസ് അപ്രൈസൽ, HR പ്ലാനിംഗ്, ഇൻഫർമേഷൻ ഫോർ ഗോൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നൺ ഓഫ് ദ എബവ്. നമുക്കൊരു ക്രൈറ്റീരിയ വച്ചിട്ടുണ്ട്. നമ്മളൊരു ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇപ്പം നമ്മുടെ സുപ്പീരിയേഴ്സ്, നമ്മൾ ഇപ്പം ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയുടെ ബേസിൽ നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ നമ്മളെ ഒബ്സർവ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 35. Which of these is most important external factor governing recruitment? റിക്രൂട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടർ ഏതാണ്? സൺസ് ഓഫ് സോയിൽ, ലേബർ മാർക്കറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നമുക്ക് ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു 10 പേരെ നമുക്ക് നിയമിക്കണം എങ്കിൽ എന്താണ് അതിൻ്റെ ബേസിക് ഫാക്ടർ? എന്താണ്? നമ്മുടെ ഡിമാൻഡാണ് അല്ലേ. 10 പേര് അവിടെ നിന്ന് ഇറങ്ങിയാൽ 10 പേരെ നമുക്ക് ആവശ്യമുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, പിന്നെ അവർക്ക് സാലറി കൊടുക്കാനുള്ള കഴിവും വേണം. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബഡ്ജറ്റ് വുഡ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ മാസ്റ്റർ ബഡ്ജറ്റ്? മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? ക്യാഷ് ബഡ്ജറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സെയിൽസ് ബഡ്ജറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് മാസ്റ്റർ ബഡ്ജറ്റ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഹൗ മച്ച് ആൻ ഓർഗനൈസേഷൻ പ്ലാൻ ടു മേക്ക് ആൻഡ് ഹൗ മച്ച് ഇറ്റ് പ്ലാൻസ് ടു സ്പെൻഡ് ഓവർ എ ഫിസ്ക്കൽ ഇയർ. അപ്പോൾ നമ്മളൊരു ഇയറിൽ എന്താണ് എത്ര ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാക്കുന്നു എന്നത് ആണ് മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റിനകത്ത് വരുന്നതാണ് സെയിൽസ് ബഡ്ജറ്റ്, പിന്നെന്താണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഡയറക്റ്റ് ലേബർ, ക്യാഷ് ബഡ്ജറ്റ്. പിന്നെ വരുന്നത് എൻഡിങ് ഇൻവെൻട്രി ബഡ്ജറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്റ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്. ദ നെക്സ്റ്റ് വൺ ബഡ്ജറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻകം നമ്മുടെ വരുമാനം. ദെൻ ബിഗിനിങ് ബാലൻസ് ഷീറ്റ് ആൻഡ് ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ്. സോ ഇതിൽ വരാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്യാഷ് ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു, സെയിൽസ് ബഡ്ജറ്റ് പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സോ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കിവിടെ പറയുന്നില്ല അല്ലേ. അപ്പോൾ സോ ആൻസർ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. So next question number 37. All of the following factors are considered in making clinical rotation plan. Education എന്നുള്ള question ആണ്. All of the following factors are considered in making clinical rotation plan. Clinical rotation plan, master rotation plan. അല്ലേ, അതിനകത്ത് ക്ലിനിക്കൽ റൊട്ടേഷൻ പ്ലാനിനകത്ത് വരാത്ത ഫാക്ടർ ഏതെന്നാണ്. നെയിം ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ഈച്ച് ക്ലാസ്, ഒബ്ജക്റ്റീവ് ഓഫ് ദ കോഴ്സ്, നമ്പർ ആൻഡ് സൈസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വെയർ പോസ്റ്റഡ്, നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ്. നമ്മൾ ക്ലിനിക്കൽ റൊട്ടേഷൻ പ്ലാൻ തയ്യാറാക്കും. ഒരു പോസ്റ്റിംഗ് ഇപ്പോൾ OBG അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് അല്ലെങ്കിൽ മെഡ് സർജ് 200 അവർ മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇത്ര സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ, ടോട്ടൽ നമുക്കൊരു ബാച്ച്, 3rd ഇയർ ബാച്ച് 70 സ്റ്റുഡൻസ് ഉണ്ട്. 70 സ്റ്റുഡൻസിനെ മെഡിക്കൽ സർജിക്കൽ പോസ്റ്റിംഗ് ഇത്ര ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. പിന്നെന്താണ് ആ കോഴ്സ്, എന്താണ് മെഡിക്കൽ സർജിക്കൽ പോസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്പർ ആൻഡ് സൈസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, എവിടെയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ ഏരിയ ആണ് അതിനകത്ത് വരുന്നത്, എത്ര സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് അതിനകത്ത് നെയിം ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ ആഡ് ചെയ്യാറില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
Question number 38. According to Nurses of India journal, dash is an overall plan which shows rotation of all the students in a particular educational institution. നമ്മൾ ഒരു വർഷം നമ്മുടെ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലോട്ട് കയറുന്നു, അതിന് മുന്നേ ഒരു കോർഡിനേറ്റർ പ്രിപ്പയർ ചെയ്യും അല്ലേ, നമ്മുടെ ഫുൾ എന്താണ് ഒരു ഓവറോൾ പ്ലാൻ ആ ഒരു 1 ഇയർ എങ്ങനെയാണ്. ഇപ്പോൾ ആദ്യത്തെ 3 മാസം തിയറിയാണ്, അത് കഴിഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ പോസ്റ്റിംഗ് ഉണ്ട്, അത് കഴിയുമ്പോൾ ചൈൽഡ് ഹെൽത്ത്, ആ ഒരു റൊട്ടേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? ക്ലിനിക്കൽ റൊട്ടേഷൻ പ്ലാൻ. അതിനകത്ത് തിയറിയും ഉണ്ട്, എന്താണ് പ്രാക്ടിക്കൽ വരുന്നത്. ഒരു 1 ഇയർ പ്ലാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാൻ. എന്താണത്? മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ അല്ലേ, ഒരു വർഷത്തെ പ്ലാനാണത്. ഒരു BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ആ കുട്ടികളുടെ ആ 70 സ്റ്റുഡൻസിൻ്റെ ആ ഒരു ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഫുൾ ആ ഒരു 2022 ആണെങ്കിൽ അത് തുടങ്ങുന്നത് തൊട്ട് ആ എൻഡ് ചെയ്യുന്ന അത്രയും നാളും എന്തൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ. ഓക്കെ. So, question number 39. For a nursing college, the constructed area of college. ഒരു ഏരിയയുടെ ഏരിയ എത്രയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഒരു നഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂള് ആണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് കോളേജിന് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 23,720 സ്ക്വയർ ഫീറ്റർ ആണ് അതിനകത്ത് വരുന്നത്. Then question number 40. Dash is termed as touching a patient or holding a patient without consent. പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ പേഷ്യൻറ്റിനെ തൊട്ടു, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻ്റ് എന്തെങ്കിലും പ്രൊസീജിയർ നമ്മൾ ചെയ്യാൻ പോയി, തൊട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു, പ്രൊസീജിയർ ചെയ്തു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ പേഷ്യൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്തെങ്കിലും നമ്മൾ പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്തു, അതിന് നമ്മൾ എന്താ പറയുക? അസോൾട്ട്, ബാറ്ററി, ഡിഫാമേഷൻ, നൺ ഓഫ് ദ എബവ്. ഓക്കെ, ഏതാണ് വരിക? ഇതെല്ലാം എന്താണ്? ലീഗൽ ഇഷ്യൂസ് ആണ് അല്ലേ, നമ്മുടെ പ്രൊഫഷനിൽ ലീഗൽ ഇഷ്യൂസ് ആണ്. ഡിഫാമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ സംസാരിക്കുകയോ റിട്ടൺ ആയിട്ട് എന്താണ് ഒരു എഴുതി വെക്കുകയോ ചെയ്യുക, അതിന് ഡിഫാമേഷൻ. ടച്ചിങ് എ പേഷ്യൻ്റ് ഓർ ഹോൾഡിങ് എ പേഷ്യൻ്റ്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? വിത്തൗട്ട് കൺസേൺ, ബാറ്ററി അല്ലേ. പക്ഷെ നമ്മൾ തൊടുന്നില്ല, പേഷ്യനെ ഭയപ്പെടുത്തുകയാണ്, അങ്ങനെയാണെങ്കിൽ അസോൾട്ട്. ഓക്കെ. So, question number 41. After giving BCG, scar get formed in 3 days, 2 weeks, 3 months and 2 months. നമുക്കറിയാം BCG ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം 2 to 6 വീക്സിനകത്ത് അവിടെ ഒരു ചെറിയൊരു എന്താണ് ആദ്യം ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്തിട്ട് ചെറിയൊരു ലീഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു സ്കാറായിട്ട് മാറണമെങ്കിൽ ഏകദേശം 3 മാസം എടുക്കുന്നുണ്ട്. സോ ആഫ്റ്റർ ഗിവിങ് BCG എ സ്കാർ ഫോം ചെയ്യുന്നത് ഉറപ്പായിട്ട് 3 മാസം എടുക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 42. വാട്ട് ഈസ് ദ കളർ ഓഫ് പെരിഫറൽ വിനസ് കാനുല ഓഫ് 16 ഗോജ്? 16 ഗോജ് ഉള്ള കാനുലയുടെ കളർ കോഡ് പിങ്ക്, ഗ്രീൻ, യെല്ലോ, ഗ്രേ അല്ലേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാം, നമുക്ക് എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ്. 14 ഗോജ് എന്ന് പറയുമ്പോൾ ഓറഞ്ച്, 16 ഗോജ് എന്ന് പറയുമ്പോൾ ഗ്രേ, 18 ആണെങ്കിൽ ഗ്രീൻ, 20 ആണെങ്കിൽ പിങ്ക്, അതുപോലെ 22 ബ്ലൂ, 24 ആണെങ്കിൽ യെല്ലോ, 26 ആണെങ്കിൽ പർപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 16 ഗോജ് ഇവിടെ ആൻസർ ഗ്രേ ആണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതലും ക്ലിനിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ജിഗ്മർ ആയാലും എയിംസ് ആയാലും വരുന്ന എല്ലാം അങ്ങനെ നമുക്ക് ടച്ച് ചെയ്ത് വരുന്നുണ്ട്. A male client is diagnosed with a schizotypal personality disorder. Which signs would this client exhibit during social situation? Paranoid thoughts, emotional affect, independence needs and aggressive behavior. നിങ്ങൾക്കറിയാം സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു സസ്പീഷ്യസ് ക്യാരക്ടറാണ് അല്ലേ, എല്ലാവരെയും സംശയം, വിശ്വാസം ഇല്ലായ്മ, അതിനെ നമ്മൾ എന്താ പറയുക? അതിനൊരു വേർഡുണ്ട്, പാരനോയിഡ് അല്ലേ, പാരനോയിഡ് ബിഹേവിയർ. അതായത് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അവരൊരു പേഷ്യൻ്റ് എങ്ങനെയാണ് പെരുമാറുക? പാരനോയിഡ് തോട്ട്സ് ആണ് കേട്ടോ, അത് പ്രത്യേകം ഓർത്തു വെക്കുക. അടുത്തത്, യു ഹാവ് റിസീവ് എ 12-year boy came to the emergency department with her mother.
While taking history, the mother of the child said that he was playing with the coin and accidentally ingested one coin. ഒരു കോയിൻ അങ്ങ് വിഴുങ്ങിപ്പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ അതിനിടയ്ക്ക് ആൻസർ ചെയ്യുവാണ്. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇതല്ല അല്ലേ? ദെൻ ഇത് സ്പഞ്ച് ഹോൾഡാണ്. ഇതെന്താണ്? തം ഫോസപ്സ് ആണ്. ബട്ട് നമ്മൾ എന്താണ്, നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറിൻ ബോഡി റിമൂവറായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഇതിലേതാണ്? ഓപ്ഷൻ ബി. അറിയാലോ, മനസ്സിലായല്ലോ, ഇത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. So question number 45 is not the element of continuing nursing education. Continuing nursing educationന്റെ പാർട്ട് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. മോട്ടിവേഷൻ ഓഫ് ലേണർ, കൺസർവേറ്റീവ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സലൈസേഷൻ ആൻഡ് ലേണർ. ഒരു കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? അതിൽ വരാത്തത് ഒരു ലേണർ മോട്ടിവേഷൻ ഉറപ്പായിട്ടും വേണം അല്ലേ? നമുക്ക് പഠിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് തോന്നണം, എന്നാലേ നമുക്ക് അതങ്ങനെ പോകത്തുള്ളൂ. സോ ദെൻ കൺസർവേറ്റീവ് എഡ്യൂക്കേഷൻ അതൊരിക്കലും നോട്ട് ദ എലമെൻറ്റ് ഓഫ് കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ബാക്കി ലേണർ ഉണ്ടാവണം, യൂണിവേഴ്സലൈസേഷൻ, ദെൻ മോട്ടിവേഷൻ, ഇതെല്ലാം എന്താണ് കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ എലമെൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് 46 പൊസിഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ക്ലൈൻറ്റ് പൊസിഷൻ. റൈറ്റ് ലാറ്ററൽ റെക്യുമെൻറ്റ് പൊസിഷൻ, ദെൻ സിംസ് പൊസിഷൻ, പിന്നെന്താണ് റിക്കവറി പൊസിഷൻ ആൻഡ് റോസ് പൊസിഷൻ. ഇതിലേതാണ് വരിക? റിക്കവറി പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ എങ്ങനെ കിടത്തുന്നു അല്ലേ? റോസ് പൊസിഷൻ തൈറോയ്ഡക്ടമിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനാണ്. ഇതിലേതാണ് ഈ പൊസിഷനിൽ, ഈ പിക്ചറിൽ കാണുന്ന പൊസിഷൻ ഏതാണെന്ന് പറയാമോ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി റിക്കവറി പൊസിഷൻ ആണിത്. ഞാൻ പിന്നെ ജസ്റ്റ് 2-3 ഇതാണ് റൈറ്റ് ലാറ്ററൽ റെക്കമെൻഡ് പൊസിഷൻ. ശരിക്കും ഇങ്ങനെയാണ് റൈറ്റ് ലാറ്ററൽ റെക്കമെൻഡ് പൊസിഷൻ. ഓക്കെ, ഫൗളേഴ്സ് പൊസിഷൻ, സുപ്പൈൻ പ്രോൺ, ലെഫ്റ്റ് ലാറ്ററൽ റെക്കമെൻഡ്, ടെൻലൻബർഗ്, റിവേഴ്സ് ടെൻലൻബർഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് പൊസിഷൻ ഉണ്ട്, അറിയാലോ. അപ്പോൾ അത് നോക്കി വെക്കുക. പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പൊസിഷൻ്റെയും പർപ്പസ് എന്താണെന്ന് നോക്കി വെക്കുക. Which among the following training is provided by the Indian Red Cross community? അതായത് ഫൗണ്ടേഷൻ. ഓക്കെ, കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ഹെൽത്ത് അസിസ്റ്റൻറ്റ്, നഴ്സ് പ്രാക്ടീഷണർ, ലീഗൽ നഴ്സ് കൺസൾട്ടൻറ്റ് ആൻഡ് ഹോം ഹെൽത്ത് എയ്ഡ്. ഏത് ഇന്ത്യൻ റെഡ് ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ഏതാണ്? ആർക്കാണ് കൊടുക്കുക? ഹെൽത്ത് അസിസ്റ്റൻറ്റ്, നഴ്സ് പ്രാക്ടീഷണർ, ലീഗൽ നഴ്സ് കൺസൾട്ടൻറ്റ്, ഹോം ഹെൽത്ത് എയ്ഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഹോം ഹെൽത്ത് എയ്ഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 48. മാർക്കറ്റ് പാർട്ട് ഓഫ് ദ ഗിവൺ ഇമേജ്. മാർക്കറ്റ് പാർട്ട് ഇതാണ്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് അതിൻ്റെ മാർക്കറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പിറേറ്ററി വാൽവ്, പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ വാൽവ്, എയർ ഇൻലെറ്റ് ആൻഡ് പ്രഷർ റിലീസ് വാൽവ്, പോപ്പ് ഓഫ് വാൽവ്. ആംബു ബാഗ് ആണ് ഈ കൊടുത്തേക്കുന്നത്, അറിയാലോ. അതിൻ്റെ പാർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചത് ഈ റെഡ് പാർട്ടാണ് അല്ലേ? പീപ്പ് വാൽവ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ഇത് നിങ്ങൾക്കറിയാം സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ബാഗാണ്. ദെൻ ഈ കാണിച്ചിരിക്കുന്നത് ആണ് എന്ത്? എയർ ഇൻലെറ്റ് പ്രഷർ റിലീസ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓക്സിജൻ ഇൻലെറ്റ് ട്യൂബിങ്സ് ആണ്. ദെൻ ഈ പാർട്ടാണ് എന്ത്? നമ്മുടെ എയർ ഇൻലെറ്റ് വൺ വേ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഈ പോപ്പ് ഓഫ് വാൽവ് എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ പീപ്പ് വാൽവ് എന്ന് പറയുന്നത് ഈ ഭാഗം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇതിലിപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ വാൽവ്, അതായത് പീപ്പ് വാൽവ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 49. ഇൻ ചിൽഡ്രൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് അറസ്റ്റ്? കഴിഞ്ഞ DMEക്ക് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഈ കഴിഞ്ഞ DME എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേറ്ററി അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ്, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, എസിസ്റ്റോളി. ചിൽഡ്രനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അറസ്റ്റ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നും,
കാർഡിയാക് അറസ്റ്റ് ആണോ, കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാകാറില്ലേ? ബട്ട് ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? അപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റ്. ഹെൽമിഷ് മാനുവർ ഈസ് യൂസ്ഡ് ഫോർ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെൽമിഷ് മാനുവർ അല്ലെ, എമർജൻസി മാനേജ്മെന്റിനകത്ത് വരുന്നതാണ്. റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഫ്രം ട്രക്കിയ, റിമൂവൽ ഓഫ് യൂറിത്രസ്റ്റോൺ, ഫെസിലിറ്റേറ്റ് വജൈനൽ ഡെലിവറി, ടെർമിനേറ്റ് കാർഡിയക് അരിത്മിയ. ഹെൽമിഷ് മാനുവർ ഏതാണ്? റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഫ്രം ട്രക്കിയ. അപ്പോൾ വിച്ച് മാനുവർ ഹെൽപ്പ് ടു ടെർമിനേറ്റ് കാർഡിയക് അരിത്മിയ? നമ്മൾ സാധാരണ സുപ്രാ വെൻട്രിക്കുലാർ ടാക്കികാർഡിയ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാനുവർ ഏതാണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. Question number 51. For tracheal intubation of a child of 6 years, uncuffed tracheal tube of which of the following size would be appropriate? Uncuffed tracheal tube 6 വയസ്സുള്ള ഒരു കുട്ടി, എത്രയായിരിക്കും നിങ്ങളുടെ സൈസ് നിങ്ങൾ എടുക്കുക? എന്താണ് അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. 6 വയസ്സാണ്, അൺകഫ് ആണ്. അൺകഫ്ഡ് ET ട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് വാഗൽ മാനുവർ. ഓക്കെ, കറക്റ്റ് ആണ്. സോ വാഗൽ മാനുവർ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അപ്പോൾ ഇവിടെ 6 ഇയർ ആണ്, 6 വയസ്സാണ്, അൺകഫ്ഡ് ആണ്. 4 + ഏജ് ബൈ 4 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ 4 + 6/4, അതായത് 4 + എത്ര വരും? 1.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.5. ഓക്കെ, മനസ്സിലായോ? സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയല്ലോ? വാഗൽ സ്റ്റിമുലേഷൻ, ദാറ്റ് മീൻസ് വത്സൽവ മാനുവർ. വാഗൽ സ്റ്റിമുലേഷൻ ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വത്സൽവ മാനുവർ കറക്റ്റ് തന്നെയാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഇൻ ഹീറ്റ് സ്ട്രോക്ക്, ടെപ്പിഡ് വാട്ടർ സ്പോഞ്ചിങ്, ഐസ് കോൾഡ് വാട്ടർ സ്പോഞ്ചിങ്, ഇൻട്രാവീനസ് പാരസെറ്റമോൾ, ഇൻട്രാവീനസ് ട്രെമഡോൾ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഇൻ ഹീറ്റ് സ്ട്രോക്ക് പറയാമോ? ടെപ്പിഡ് വാട്ടർ സ്പോഞ്ചിങ്, ഐസ് കോൾഡ് വാട്ടർ സ്പോഞ്ചിങ്, ഇൻട്രാവീനസ് പാരസെറ്റമോൾ, ഇൻട്രാവീനസ് ട്രെമഡോൾ. എന്താണ് ആൻസർ? ആൻസർ പറയുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഹീറ്റ് സ്ട്രോക്കിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഫ്രോസ്റ്റ് ബൈറ്റ് ആണെങ്കിലോ? ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ ഓവർ എന്താണ് എക്സ്പോഷർ ടു കോൾഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോർമൽ വാട്ടറിൽ എന്താണ് കൈ കഴുകുക അല്ലേ? കുഞ്ഞിപ്പോൾ കൈ ആണെങ്കിൽ അതിന് കൂടുതൽ എക്സ്പോഷർ ചെയ്യുക, മീൻസ് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക കുറേ, ഏകദേശം ഒരു 20 മിനിറ്റ്സ് വരെ. ഇവിടെ ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐസ് വാട്ടർ സ്പഞ്ചിങ് ചെയ്യാറില്ല, ടെപ്പിഡ് വാട്ടർ സ്പഞ്ചിങ് ആണ് ചെയ്യാറുള്ളത്. What is the ratio of the chest compression to birth in adult resuscitation? നമുക്കറിയാം അഡൾട്ട് റെസിസ്റ്റേഷനിൽ സാധാരണ ചെയ്യുന്നത് 1 റെസ്ക്യൂർ ആണെങ്കിലും 2 റെസ്ക്യൂർ ആണെങ്കിലും 30:2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ റേഷ്യോ ഉള്ളത്. കുട്ടികളിലാണെങ്കിൽ 1 റെസ്ക്യൂർ ആണെങ്കിൽ 15:2 2 റെസ്ക്യൂർ ആണെങ്കിൽ 30:2 ആണ്. ഓക്കെ, അല്ല സോറി, തിരിച്ച് 1 റെസ്ക്യൂർ ആണെങ്കിൽ 30:2 2 റെസ്ക്യൂർ ആണെങ്കിൽ 50:2. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. അഡൾട്ട് ആണെങ്കിൽ 1 റെസ്ക്യൂർ ആണെങ്കിൽ 2 റെസ്ക്യൂർ അല്ലെങ്കിൽ 30:2. കുട്ടികളിൽ 2 റെസ്ക്യൂർ ഉണ്ടെങ്കിൽ 15:2, ഒരാളെങ്കിൽ 30:2. ഹ്യൂമൻ ബോഡി ഗ്ലൈക്കോജൻ ഈസ് മെയിൻലി സ്റ്റോർഡ് ഇൻ, നമ്മുടെ ബോഡിയിൽ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് സാധാരണയായിട്ട് എവിടെയാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ്, കിഡ്നി, ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ. പറയാമോ? ബോറടിച്ച് തുടങ്ങിയോ? വേഗം ആൻസർ പറഞ്ഞേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത്, ഡിസ്കഷൻ കുറയ്ക്കുന്നതും കേട്ടോ.
നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ ഡിസ്കഷൻ നമുക്ക് ക്ലാസ്സിലൊക്കെ പറയാം. ഓക്കെ, ലിവർ. ഓക്കെ, വെരി ഗുഡ്. ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ എക്സ്പയർഡ് എയർ. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 0%, 10%, 12% ആൻഡ് 16%. നമ്മൾ എക്സ്പയർ ചെയ്യുന്ന എക്സ്പയർഡ് എയറിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 16% അല്ലേ, അത്രയാണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് ഈസ് യൂസ്ഡ് ഫോർ. ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് IABP കേട്ടിട്ടുണ്ടല്ലോ. സിസ്റ്റോളിക് ഇൻക്രീസ് ഇൻ BP, ഡയസ്റ്റോളിക് ഇൻക്രീസ് ഇൻ BP, മിട്രൽ വാൽവോട്ടമി, റിമൂവൽ ഓഫ് അയോട്ടിക് ത്രോംബസ്. റിമൂവൽ ഓഫ് അയോട്ടിക് ത്രോംബസ് അല്ല, നമ്മൾ സാധാരണ കാർഡിയാക് സർജറി ഉള്ള പേഷ്യൻറ്റിൽ BP ഫോൾ വരുമ്പോൾ നമ്മൾ BP മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ഫങ്ഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊരു തോടാന്നിരിക്കുക. ഓക്കെ, ഒരു തോട്, അതിൽ കൂടെ വെള്ളം ഇങ്ങനെ സാധാരണ പോലെ ഒഴുകുവാണ്. അപ്പം നമ്മൾ ഇടയ്ക്കൊരു ഒരു തട വെച്ച്, ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് നമ്മൾ ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ വെച്ച് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ വെള്ളം ഇവിടെ വന്ന് തട്ടി ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും അല്ലേ. പിന്നെ പോകുമ്പം ആ ഒരു ഫോഴ്സിൽ തട്ടി, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോഴ്സ് വന്നിട്ട് പിന്നെ ആ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ഈ IABP മെഷീൻ, അതായത് ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ, അപ്പോൾ നമുക്ക് ഫോഴ്സ് കൂടുന്നു, മനസ്സിലായല്ലോ, ഒരു BP കൂട്ടാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് BP, സിസ്റ്റോളിക് ഇൻക്രീസ് ആണോ ഡയസ്റ്റോളിക് ഇൻക്രീസ് ആണോ വരുന്നത്? ബാക്കി 2 ഓപ്ഷനും അല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ബാക്കി 2 തെറ്റാണ്. സോ ഇവിടെ വരുന്നത് ആൻസർ B ആണ് കേട്ടോ. ഡയസ്റ്റോളിക് ഇൻക്രീസ് ആണ്. 57. അപ്പൻഡിക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലെഫ്റ്റ് ആൻറ്റിക്യൂബിക്കൽ, റൈറ്റ് ആൻറ്റിക്യൂബിക്കൽ, ലെഫ്റ്റ് ഇലിയാക് ഫോസ, റൈറ്റ് ഇലിയാക് ഫോസ. അപ്പൻഡിക്സ് എവിടെയാണുള്ളത്? ലെഫ്റ്റ് ഇലിയാക് ആണോ അഞ്ജു? അപ്പൻഡിക്സ് എവിടെയാണ്? എളുപ്പം പറഞ്ഞേ. റൈറ്റ് ഇലിയാക് ഫോസയിലാണ് എന്തുള്ളത്? അപ്പൻഡിക്സ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ അതായത് മെക്ബർണി പോയിന്റ്സ് അല്ലേ. അടുത്തത് 58. പർപ്പസ് ഓഫ് കഫ് ഇൻ എൻഡോട്രക്കിയൽ ട്യൂബ്. നമ്മൾ എന്തിനാണ് എൻഡോട്രക്കിയൽ ട്യൂബിൽ ഒരു കഫ് വെച്ചേക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മൾ മീൻസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യും. ഏകദേശം ഒരു 5 ml എയർ അതിനകത്തോട്ട് പുഷ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പ്രിവെൻറ്റ് ഡിസ്ലൊക്കേഷൻ, പ്രൊവൈഡ് എയർ ടൈറ്റ് സീൽ ഇൻ ട്രക്കിയ, ദെൻ അവോയ്ഡ് ഡാമേജ് ടു ട്രക്കിയ, മേക്ക് റേഡിയോളജിക്കൽ ലൊക്കേഷൻ ഈസി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇട്ട് ഇത് ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം ഓരോ ഷിഫ്റ്റിലും ജസ്റ്റ് ഡീഫ്ലേറ്റ് ചെയ്യണം. എന്തിനാണ്? അവിടെ ചെറിയ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലേ ട്രക്കിയയിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഫില്ല് ചെയ്യണം എന്നാണ് റൂള്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനാണ് അതിൻ്റെ ഉദ്ദേശം? മേക്ക് റേഡിയോളജിക്കൽ ലൊക്കേഷൻ. നിങ്ങൾ ഓപ്ഷൻ കുറച്ച് ലാഗായിട്ട് വരുന്നതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പ്രിവെൻറ്റ് ഡിസ്ലൊക്കേഷൻ, പ്രൊവൈഡ് എയർ ടൈറ്റ് സീൽ ഇൻ ട്രക്കിയ. ഏതാണ്? ഓപ്ഷൻ പറയുന്നുണ്ട്. എന്താണ് ആൻസർ? നമുക്കൊരു എയർ ടൈറ്റ് സീൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പീഡിയാട്രിക് കേസിൽ നമുക്ക് ആ കഫ് ഇല്ല. തീരെ ചെറിയ കുട്ടികൾ കഫ്, നോൺ കഫ്ഡ് ആയിട്ടുള്ള ET ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫോർ ട്രക്കിയൽ ട്യൂബ് ഇൻസേർഷൻ ഇൻ എ ന്യൂ ബോൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ട്യൂബ് ആൻഡ് ലാരിഞ്ചോസ്കോപ്പ് ബ്ലേഡ്. ഒരു ന്യൂ ബോൺ കുട്ടിയിൽ എന്ത് ടൈപ്പ് ട്യൂബും എന്ത് ടൈപ്പ് ലാരിഞ്ചോസ്കോപ്പുമാണ് യൂസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് പറഞ്ഞു. കഫ്ഡ് ട്യൂബ് വിത്ത് കർവ്ഡ് ബ്ലേഡ്, കഫ്ഡ് ട്യൂബ് വിത്ത് സ്ട്രെയിറ്റ് ബ്ലേഡ്, അൺകഫ്ഡ് ട്യൂബ് വിത്ത് സ്ട്രെയിറ്റ് ബ്ലേഡ് ആൻഡ് അൺകഫ്ഡ് ട്യൂബ് വിത്ത് കർവ്ഡ് ബ്ലേഡ്. ഞാൻ പറഞ്ഞു അൺകഫ് ആണെന്ന്, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി സ്ട്രെയിറ്റ് ആണോ കർവ് ആണോ അതിൻ്റെ ബ്ലേഡ് എന്ന് കൂടി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതാണ് ലാരിഞ്ചോസ്കോപ്പിൻ്റെ ബ്ലേഡ്? ഏതാണ്? സ്ട്രെയിറ്റ് ആണോ കർവ്ഡ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുക ന്യൂ ബോണിൽ? ഓപ്ഷൻ സി കറക്റ്റാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലാരിഞ്ചോസ്കോപ്പ് ബ്ലേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്.
Next question, a patient present to emergency department with a complaint of watery diarrhea for the past 3 days. 3 ദിവസമായിട്ട് diarrhea ആണ്. Assessment findings include BP 160, pulse 98, dry mucous membrane. Okay, dehydration ആണ്. So the healthcare provider would anticipate intravenous therapy administration with which of the following? താഴെ പറയുന്നതിൽ ഏത് ഫ്ലൂയിഡ് ആണ് നിങ്ങൾ കൊടുക്കുക? ഓക്കെ, ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ട്, ചെറിയ തോതിൽ BP കുറവാണ്. ഓക്കെ, ഹൈപ്പർടോണിക്, ഐസോടോണിക്, ഹൈപ്പോടോണിക്, കൊളോയിഡ്. ഏതാ കൊടുക്കുക? നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാം നോർമൽ സലൈനാണ് നമ്മൾ ഡീഹൈഡ്രേഷനിൽ കൊടുക്കുന്നത്. സോ ഐസോടോണിക് കേട്ടോ, ഐസോടോണിക്. ഒരിക്കലും ഹൈപ്പർടോണിക് ഒന്നും കൊടുക്കാറില്ല. സോ വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലിൻ ക്യാൻ നെവർ ബി മിക്സഡ് വിത്ത് അനദർ? താഴെ പറയുന്നതിൽ ഏത് ഇൻസുലിനാണ് മറ്റ് ഇൻസുലിനുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തത്? റെഗുലർ, ലോങ് ആക്ടിങ്, ഇന്റർമീഡിയറ്റ്, റാപ്പിഡ് ആക്ടിങ്. ഏതാണ് വരിക? വെരി ഗുഡ്, ലോങ് ആക്ടിങ് അല്ലേ? ലോങ് ആക്ടിങ് ആണ്. പക്ഷെ എവിടെയോ ഞാൻ വായിച്ചു, നിങ്ങളിപ്പോൾ റെഗുലറും ലോങ് ആക്ടിങ്ങും കൂടെ എടുക്കുകയാണെങ്കിൽ റെഗുലർ എടുത്തിട്ട് അവിടെ ചെറുതായിട്ടൊരു എയർ വെക്കുക, എയർ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ ലോങ് ആക്ടിങ് എടുക്കുക, അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആവില്ല എന്നൊക്കെ. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും അത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെവർ മിക്സഡ് വിത്ത് എന്താണ് മറ്റ് ഇൻസുലിനുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഇഫ് ആൻ എക്കണോമി ഈസ് പ്രൊഡക്റ്റീവ്ലി എഫിഷ്യൻറ്റ്, everyone is wealthy, resources are unemployed, more of one product can only be produced if less of other product is produced, and distribution of income is equal. If an economy is productively efficient, ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? Everyone is wealthy, resources are unemployed, more of one product can only be produced if less of another product is produced. Option എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മോർ ഓഫ് വൺ പ്രോഡക്റ്റ് ക്യാൻ ഓൺലി ബി പ്രൊഡ്യൂസ് ഇഫ് ലെസ് ഓഫ് അനദർ പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം എന്താണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലും മറ്റ് കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ എക്കണോമി എഫിഷ്യൻ്റ് ആയിരിക്കും. അത്രയും ഓർത്താൽ മതി. പോളിയാൻഡ്രി നമ്മുടെ സോഷ്യോളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് മാരേജിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോളിയാൻഡ്രി. എ ഫോം ഓഫ് മാരേജ് ദാറ്റ് ജോയിൻസ് വൺ ഫീമെയിൽ വിത്ത് വൺ മോർ ദാൻ മെയിൽ. എ ഫോം ഓഫ് മാരേജ് ദാറ്റ് ജോയിൻ വൺ ഫീമെയിൽ വിത്ത് വൺ മെയിൽ. Getting married in the same blood group. Form of marriage that join one male with more than one female. Okay, മാരേജിൻ്റെ ടൈപ്പ് പോളിയാൻഡ്രി. ഇതിൽ ഏതാണ് ആൻസർ വരിക? മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് മാരേജ് ഉണ്ട്. പോളിഗാമി, മോണോഗാമി, പോളിഗൈനി, പോളിയാൻഡ്രി. ഓക്കെ, നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക? ഓക്കെ, പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി പറഞ്ഞു, ഡി പറഞ്ഞു. ഡി എന്താ പറയുന്നത്? എ ഫോം ഓഫ് മാരേജ് ദാറ്റ് ജോയിൻ വൺ മെയിൽ വിത്ത് മോർ ദാൻ വൺ ഫീമെയിൽ. ഓക്കെ, നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. എ ഫോം ഓഫ് മാരേജ് ദാറ്റ് ജോയിൻ ആൻഡ്രി എന്ന് പറയുമ്പോൾ ആ ഒരു ടേം വരുന്നത് ജോയിൻ വൺ ഫീമെയിൽ വിത്ത് മോർ ദാൻ വൺ മെയിൽ. ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നു കേട്ടോ. സോ പോളിയാൻഡ്രി. So next question 64. With the increase in population growth, the per capita income. Population growth കൂടുന്നതിനനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകം കുറയുവാണോ കൂടുവാണോ? അതോ റിമൈൻസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ ഇഫക്റ്റ്? ഏതാണ് വരിക? നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ദ മണി ഏൺഡ് ബൈ പെർ പേഴ്സൺ ഇൻ എ നേഷൻ, അല്ലെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ, ഒരു ഏരിയയിലുള്ള എന്താണ് ഒരു വ്യക്തി ഏൺ ചെയ്യുന്ന രൂപ എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഇൻകം കൂടുകയോ കുറയോ, അതാണ് ക്വസ്റ്റ്യൻ.
എന്താണ് ആൻസർ? ഓപ്ഷൻ എ അല്ലേ. ഡിക്രീസ്, ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം കൂട്ടുമ്പം അത് കുറയും. സോ അതിനൊരു ഫോർമുല ഉണ്ട് കേട്ടോ, അത് കൂട്ടാനായിട്ടൊരു ഫോർമുലയുണ്ട്. ദ ജനറൽ പ്രോസസ് ഓഫ് അക്വയറിങ് കൾച്ചർ ഈസ് ടേം ടു ആസ്. നമ്മൾ കൾച്ചർ അക്വയർ ചെയ്യുന്നതിനെ, ഒരു അത് ഉണ്ടാക്കിയെടുക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതിനെ എന്താണ് പറയുന്നത്? സോഷ്യലൈസേഷൻ, ഡിഫ്യൂഷൻ, ഡിസ്പേഷൻ ആൻഡ് അക്കൾച്ചറൈസേഷൻ. ജനറൽ പ്രോസസ് ഓഫ് എന്താണ്? acquiring culture. Socialization is the process by which children are learned from others. നമ്മൾ എന്താണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു ഗ്രൂപ്പിൽ ജീവിച്ച് എന്താണ് ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു അല്ലേ. നമ്മൾ പതുക്കെ ഒരു കുട്ടി ഒരു സ്ഥലത്ത് ജനിച്ച് അല്ലെങ്കിൽ ഒരു എന്താണ് ഇപ്പോൾ വയനാട് ജനിക്കുന്നു, അല്ലെങ്കിൽ വയനാട്ടിലെ ആ ഏരിയയിൽ ജനിക്കുന്നു, ആ ഏരിയയിൽ ജനിച്ച് ആ ഏരിയയിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സോഷ്യൽ നോംസും എല്ലാം പഠിച്ച് വരുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നു? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോഷ്യലൈസേഷൻ. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ദ ജനറൽ പ്രോസസ് ഓഫ് അക്വയറിങ് എ കൾച്ചർ. ഒരു കൾച്ചർ നമ്മൾ മീൻസ് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു, ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുന്നു, അതിനെ നമ്മൾ എന്ത് പറയുന്നു? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ബാക്കി ഈ ഡിഫ്യൂഷൻ, ഡിസ്പേഷൻ, അക്കൾച്ചറൈസേഷൻ, എൻകൾച്ചറൈസേഷൻ, ഇതൊക്കെ കൾച്ചർ എങ്ങനെ ഇപ്പോൾ രണ്ട് കൾച്ചർ, ഇപ്പം നമ്മൾ പോയി അമേരിക്കയിലോട്ട് ഇപ്പോൾ എല്ലാവരും പോവാണ്, യു കെയിലോട്ട് പോയിട്ട് നമ്മൾ രണ്ടും കൂടെ ചേർന്ന് മിക്സ് ആകും അല്ലേ. കുറച്ച് മലയാളി കൾച്ചറും കാണും, കുറച്ച് യു കെ കൾച്ചറും കാണും. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് അക്കൾച്ചറൈസേഷൻ, എൻകൾച്ചറൈസേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധമില്ല. Then 66, a client is scheduled for sigmoidoscopy. What instruction should the nurse provide to the client in preparation for this diagnostic procedure? പേഷ്യൻ്റ് സിഗ്മോയിഡോസ്കോപ്പിക്ക് ഷെഡ്യൂൾ ചെയ്തേക്കുവാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യുക, എന്ത് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുക? ഹാവ് ആൻ എനിമ അറ്റ് മോർണിംഗ് ഓഫ് ദി ടെസ്റ്റ്. Chalk like substance will have to be swallowed. Withhold food for 24 hours before the test. Sterile container will be provided for the stool specimen collection. Okay, sigmoidoscopy, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എന്താണ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയറാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുക? പേഷ്യൻറ്റിന് എന്ത് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൊടുക്കുക? സാധാരണ രാവിലെ പേഷ്യൻറ്റിന് നമ്മൾ എനിമ കൊടുക്കണം, എന്താണ് മീൻസ് ബവൽ ക്ലിയർ ചെയ്യണം അല്ലേ, നമുക്ക് എന്നാലേ സിഗ്മോയിഡോസ്കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ചോക്ക് ലൈക്ക് സബ്സ്റ്റൻസ് നമ്മൾ സോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, അതിൻ്റെ ആവശ്യം വരുന്നില്ല. വിത്ത്ഹോൾഡ് ഫുഡ് ഫോർ 24 hours ബിഫോർ ദ ടെസ്റ്റ്, NPO പ്രൊസീജിയർ അല്ല അത്. ദെൻ സ്റ്റെറൈൽ കണ്ടെയ്നർ വുഡ് ബി പ്രൊവൈഡ് ഫോർ സ്റ്റൂൾ സ്പെസിമെൻ കളക്ഷൻ, അതിൻ്റെ ആവശ്യം വരുന്നില്ല, നമ്മളിവിടെ സ്റ്റൂളൊന്നും കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ലോവർ പാർട്ട് ഓഫ് ഇൻഡസ്റ്റൈൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്മോയിഡോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ആൻറ്റിഡോട്ട് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ഗ്ലൂക്കണേറ്റ്, ഡൈസിപ്പാം, കാൽസ്യം ക്ലോറൈഡ് ആൻഡ് എന്താണ് നാലോർഫിൻ. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിഡോട്ട് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, കുറേ ആൻറ്റിഡോട്ട് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അതെല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുക, എക്സാമിൻ്റെ സമയമാകുമ്പോൾ പഠിക്കുക. ഇപ്പോഴേ കാണാതെ പഠിച്ചാൽ നമ്മൾ മറന്നു പോകും, എങ്കിലും ജനറലായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ കാണും. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ആൻറ്റിഡോട്ട് എന്തെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം, എന്താണ്? കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. എല്ലാവരും അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 68. Which of the following is an essential fatty acid? Lanolin, linolenic, triglyceride and cholesterol. Essential fatty acidനകത്ത് വരുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാം, ഓപ്ഷൻ ബി ലിനോലെയിക് ആസിഡ് ആണ്. Question number 69. Which of the following is correct concerning fetal hemoglobin? ഫീറ്റൽ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? അതായത് HbF നിങ്ങൾക്കറിയാം, 2 ആൽഫ 2 ഗാമ അല്ലേ, സബ് യൂണിറ്റ് ഉണ്ട്. അതോ HbF ഹാസ് ഡിക്രീസ്ഡ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, HbF ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ഫീറ്റൽ ലൈഫ്, HbF ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ആൽഫ ആൻഡ് 2 ബീറ്റ സബ് യൂണിറ്റ്. ഏതാണ് ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ നമുക്കറിയാം, ഫീറ്റൽ HB, അതായത് ഫീറ്റൽ HbF എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ഡ്യൂറിങ് ജസ്റ്റേഷൻ അല്ലേ. നമുക്ക് സാധാരണ ടോട്ടൽ ഫുൾ ടേം ആകുമ്പോൾ നമ്മുടെ
ടോട്ടൽ ഏകദേശം 60 to 80% എന്താണ് ഈ HBF ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് എന്താണ് 2 ആൽഫ ആൻഡ് 2 ഗാമയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 70, നമ്പർ ഓഫ് chromatids at a metaphase. 2 in mitosis and 4 in meiosis, 1 in both mitosis and meiosis, 2 in both mitosis and meiosis, 1 in mitosis and 2 in meiosis. Okay, number of chromatids at metaphase. Metaphase ൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്കറിയാം ക്രോമസോം എന്ന് പറയുന്നത് നമുക്ക് ദ കൺസിസ്റ്റിംഗ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട് ആർ അറ്റ് ദ മെറ്റാഫേസ് പ്ലേറ്റ് സെൻറ്റർ ഓഫ് ഫുള്ളി എന്താണ് നമുക്ക് ഈ കാണുന്ന രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കണ്ടല്ലോ, സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ 2 ഡോട്ടർ സെൽസ് ആകുന്നു, തിരിച്ച് തേർഡ് ടെലോഫേസിൽ വരുമ്പോൾ അത് ഡിവിഷൻ നടക്കുന്നു. സോ ഹിയർ ദ ആൻസർ ഈസ് 2 in both മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഈ പറയുന്ന നമ്പർ ഓഫ് ക്രോമാറ്റിഡ്സ് അറ്റ് മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ മൈറ്റോസിസിലും മിയോസിസിലും 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71, എ 25-year-old female presents with repeated vomiting and several episodes of low-grade fever. On examination, she has found icteric and had right upper quadrant pain. She also gives history of recently returning from the area where she had poor hygienic and sanitary condition. What is the most likely diagnosis? Okay, enteric fever, hepatitis A infection, tuberculosis and osteomyelitis. എന്താണ് ക്വസ്റ്റ്യൻ? എന്ത് പറ്റിയടോ? ഓക്കെ, 25-year-old female present with repeated vomiting and several episodes of low-grade fever. ഓക്കെ, വോമിറ്റിംഗ് ഉണ്ട്, എന്താണ് ഫീവർ ഉണ്ട്. ഓക്കെ, ഓൺ എക്സാമിനേഷൻ ഷീ ഹാസ് ഫൗണ്ട് ഇക്ടറിക് ആൻഡ് എക്സാം ചെയ്തപ്പോൾ പേഷ്യൻ്റ് എന്തുണ്ട്? ഇക്ടറിക് ഫേസ് ആണ്, പേഷ്യൻ്റിന് റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ ഉണ്ട്. ഓക്കെ, ഹിസ്റ്ററി റീസെൻ്റ്ലി റിട്ടേണിംഗ് ഫ്രം ദ ഏരിയ വെയർ ഷീ ഹാഡ് പുവർ ഹൈജീനിക് സാനിറ്ററി കണ്ടീഷൻ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? എൻറ്ററിക് ഫീവർ. ഇതിനകത്ത് പറയുന്നുണ്ട് പേഷ്യൻ്റ് ഇടയ്ക്ക് എവിടെയോ പോയി, ഒരു യാത്ര ചെയ്തു, അവിടെ പുവർ ഹൈജീനിക് പ്രാക്ടീസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻ്റ് എന്താണ് സിംറ്റം? വയറുവേദന, വോമിറ്റിംഗ്, അതുപോലെ തന്നെ പനിയും ഉണ്ട്. അപ്പോൾ എന്താണ്? GI പ്രോബ്ലമാണ്. സോ ഒരു ട്രാവലിംഗ് കഴിഞ്ഞു തിരിച്ചു വന്നു, GI പ്രോബ്ലം ആണെങ്കിൽ എന്തായിരിക്കും? സിമ്പിൾ ആൻസർ ഹെപ്പറ്റൈറ്റിസ് A. 72 എന്താണ്? ഗ്രാനുലോമാറ്റസ് ഓർക്കൈറ്റിസ് ഇസ് ദ ടേം അപ്ലൈഡ് ഫോർ ഇൻഫ്ലമേഷൻ. എന്താണ് അതിൻ്റെ ആൻസർ? ഓർക്കൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ലങ്, ഓവറി, ടെസ്റ്റിസ് ആൻഡ് ഒമൻറ്റം. ഓർക്കൈറ്റിസ് ദ ടേം റിലേറ്റഡ് ടു ടെസ്റ്റിസ്. ഗ്രാനുലോമാറ്റസ് ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് ടെസ്റ്റിസ് കേട്ടോ. അതിൻ്റെ കോസ് അറിയത്തില്ല. ഗ്രാനുലോമാറ്റസ് ഓർക്കൈറ്റിസ് ഇറ്റിയോളജി അൺനോൺ ആണ്. എ പാരന്റ് ടെൽ the nurse in an emergency department, my 3-year-old baby had fever for several days and has been vomiting. After instituting ordered measures to reduce the fever, what nursing action is most important? കുട്ടിക്ക് എത്ര ദിവസമായിട്ട്? കുറേ ദിവസമായിട്ട് പനിയും വോമിറ്റിങ്ങും ആണ്. ഓക്കെ, പ്രിവെൻറ്റിംഗ് ഷിവറിംഗ്, റെസ്ട്രിക്റ്റിംഗ് ഓറൽ ഫ്ലൂയിഡ്, മെഷറിംഗ് ഔട്ട്പുട്ട് അവർലി, മോണിറ്ററിംഗ് വൈറ്റൽ സൈൻസ് 6th അവർലി. അപ്പോൾ നമുക്ക് പനിയായിട്ടുള്ള 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. എന്താണ് നമുക്ക് പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണ്? ഷിവറിംഗ് പ്രിവെൻറ്റ് ചെയ്യുക, റെസ്ട്രിക്റ്റിംഗ് ഓറൽ ഫ്ലൂയിഡ്, മെഷറിംഗ് ഔട്ട്പുട്ട്, മോണിറ്ററിംഗ് വൈറ്റൽ സൈൻസ്. എന്തായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇവിടെ പറയുന്നുണ്ട് ഓറൽ ഫ്ലൂയിഡ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യില്ല, ഔട്ട്പുട്ട് ഓക്കെ മോണിറ്റർ ചെയ്യണം, ദെൻ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യണം. ഇവിടെ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൈമറി ആക്ഷൻ, പക്ഷേ ഈ ഓപ്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഷിവറിങ് പ്രിവെൻറ്റ് ചെയ്യുക അത് വരാം, അതുപോലെ തന്നെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുക അതും കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു കൺഫ്യൂഷനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ബട്ട് ഹിയർ ആൻസർ ഗിവൺ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതും കറക്റ്റ് തന്നെയാണ്. കാരണം
നെക്സ്റ്റ് റൈഗർ എന്നൊരു സ്റ്റേജിലോട്ട് കുഞ്ഞ് പോകാം. കാര്യം ഇവിടെ പറയുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ 3-year-old ബേബി ഹാഡ് ഫീവർ ഫോർ സെവറൽ ഡേയ്സ് ഹാസ് ബീൻ വോമിറ്റിംഗ്. വലിയ സിവിയർ നല്ല ഫീവർ ഉണ്ട്. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പം ഫസ്റ്റീജിയം ആ ഒരു സ്റ്റേജിലോട്ട് പോകാം, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് റൈഗർ എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോകാം. അതുകൊണ്ട് പ്രിവെൻറ്റിങ് ഷിവറിങ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതാവാം. ബട്ട് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി, മോണിറ്ററിങ് വൈദ്യം. പക്ഷെ അതൊരു ആക്ഷൻ അല്ല. നമ്മൾ എന്താണ് പനി കുറയ്ക്കാനായിട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. പനി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ ഓറൽ ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പനി കുറയത്തില്ല. മെഷറിങ് യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും പനി കുറയത്തില്ല. മോണിറ്ററിങ് വൈറ്റൽ സെൻസും പനി കുറയത്തില്ല. പ്രിവെൻറ്റിങ് ഷിവറിങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പനി കുറയ്ക്കാൻ പറ്റിയ ഒരു ഇൻ്റർവെൻഷൻ ആണ്. ഓക്കെ, അത് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 74. എ പേഷ്യൻറ്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഫോർ 3 days ഈസ് അഡ്മിറ്റഡ് ടു ദ കാർഡിയാക് യൂണിറ്റ്. ബിസൈഡ്സ് ഇനിഷ്യേറ്റിംഗ് anti-dysarrhythmia medication, which order should the nurse anticipate? Okay, the patient with the history of cardiac fibrillation. നമുക്ക് കാർഡിയാക് യൂണിറ്റിലോട്ട് വന്ന പേഷ്യൻ്റ് ഒരു കാർഡിയാക് ഡിഫിബ്രിലേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ് നമ്മൾ റിസീവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസൈഡ്സ് ഇനിഷ്യേറ്റിംഗ് ആൻ ആൻറ്റി ഡിസറിത്മിയ മെഡിക്കേഷൻ വിച്ച് ഓർഡർ ഷുഡ് ദ നഴ്സ് ആൻറ്റിസിപ്പേറ്റ്? Obtain consent for AV node ablation, set up for cardioversion procedure, immediate give atropine and prepare a heparin infusion. ഏത് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? ഏട്രിയൽ ഫിബ്രിലേഷൻ കഴിഞ്ഞ ഒരു AF ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. AF ആണ് പ്രോബ്ലം. അപ്പോൾ പേഷ്യൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വിച്ച് ഓർഡർ ഷുഡ് ദ നഴ്സ് ആൻറ്റിസിപ്പേറ്റ്? താഴെ പറയുന്നതിൽ ഏത് ഓർഡർ ആയിരിക്കും? AF ആണ് പേഷ്യൻറ്റിന്. നമ്മൾ AFന് സാധാരണ കൊടുക്കുന്ന മെഡിസിൻ അമിയോഡോറോൺ ആണ്. ബട്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഓപ്ഷൻ ഡി. ഓക്കെ, ഗുഡ്. റീന പറഞ്ഞു ആൻസർ. ഓപ്ഷൻ ഡി, ഹെപ്പാരിൻ ഇൻഫ്യൂഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ മീൻസ് ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ കണ്ടക്ടിങ് ഡിസാസ്റ്റർ ട്രയാജ്. നമുക്ക് സാധാരണ ഈ ഒരു ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന് ഈ ട്രയാജ് മാനേജ്മെൻറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഹാൻഡ് വാഷിങ്ങിൽ നിന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ അസസ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ചെക്ക് എയർവേ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ, monitor vital signs including pulse and respiration. 4th one, inquire about last tetanus shoot. 5th one, determine a history of allergy. 6th one, know the list of current medication. And 7th one, identify past medical and surgical history. 8th one, note color, presence of moisture and temperature of the skin. And 9th one, visually examine for gross deformities. Okay, ഇവിടെ പറയുന്നത് എന്താണ്? ട്രയാജ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1, സെക്കൻഡ് ഓപ്ഷൻ 2, തേർഡ് ഓപ്ഷൻ 3 തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് 4th one 8, then 6th one 9. ഓക്കെ, ക്ലിയർ. അപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുന്നത്? ട്രയാജ്, കണ്ടക്ടിങ് ഡിസാസ്റ്റർ ട്രയാജ് ആണ്. ഒരുപാട് പേഷ്യൻ്റ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു ബസ് ആക്സിഡൻ്റായി കുറച്ച് പേഷ്യൻസ് നിങ്ങൾ റിസീവ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ കണ്ടക്ടിങ് ട്രയാജ് അല്ലേ, ഏറ്റവും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം എടുക്കണം അല്ലേ, അവർക്ക് ആദ്യം കെയർ കൊടുക്കണം. ബാക്കി ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരെ ഇച്ചിരി ആംബുലേറ്റ് ചെയ്യാനുള്ള പേഷ്യൻറ്റിനെ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റും. അതിനെയാണ് ട്രയാജിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ 5 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് അസസ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, സെക്കൻഡ് വൺ എയർവേ, നമ്മുടെ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ABC നോക്കുന്നു, അത് കഴിഞ്ഞ് വൈറ്റൽ സൈൻസ് നോക്കുന്നു, ദെൻ കളർ, പ്രസൻസ് ഓഫ് മോയ്സ്ചർ, ടെമ്പറേച്ചർ ഓഫ് ദ സ്കിൻ, ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് ഡിഫോമിറ്റീസ്, ബ്ലീഡിങ് ആൻഡ് ഇഞ്ചുറീസ്.
ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻറ്റിൻ്റെ ട്രയാജ് മീൻസ് എമർജൻസി ഏത് പേഷ്യൻ്റാണ് ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവരെ നമ്മൾ ആദ്യം പ്രൈമറി നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം, അവരെ തന്നെ ആദ്യമേ കെയർ കൊടുക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 76 ഹാൻഡ്സ് ഹൈജീൻ. കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഹാൻഡ് ഹൈജീനിന്ന് ഇതുപോലെ സ്റ്റെപ്പ് ആ 5 മൂവ്മെൻറ്റ്സിൻ്റെ സ്റ്റെപ്പ് ചോദിക്കും. കഴിഞ്ഞ PSCക്ക് ഉണ്ടായിരുന്നു. പ്ലേസ് ഈച്ച് ഇൻ എ സീക്വൻസ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് 5 മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ. WHO പ്രകാരം നമുക്ക് 5 സ്റ്റെപ്പ് ഉണ്ട്. അതിലേതാണ് വരിക? ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ബിഫോർ ക്ലീൻ ആൻഡ് ആൻറ്റിസെപ്റ്റിക് പ്രൊസീജിയർ, ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്, ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്ക്, ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? നമ്മൾ ഒന്ന് ബിഫോർ ടച്ചിങ് ദ പേഷ്യൻറ്റ്, ബിഫോർ ക്ലീൻ ഓർ എ പ്രൊസീജിയർ, ബിഫോർ ഡൂയിങ് എ പ്രൊസീജിയർ, ദെൻ ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, ദെൻ പിന്നെന്താണ് ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ദെൻ ദ ലാസ്റ്റ് വൺ എന്താണ് ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകും, എനിക്കറിയാം, നോക്കി വെക്കുക. അതുപോലെ ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്പും ചോദിക്കാറുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് 7 സിവിയർ ആസ്മ: സെൻട്രൽ സൈനോസിസ്, അജിറ്റേറ്റഡ് ബിഹേവിയർ, പൾസസ് പാരാഡോക്സസ് ആൻഡ് ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 മിനിറ്റ്. ഓക്കെ, ബ്രാഡികാർഡിയ. അപ്പോൾ സിവിയർ ആസ്മയുടെ സിംറ്റംസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പറയാമോ ആൻസർ? സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. അതായത് നമുക്കറിയാം സെൻട്രൽ സൈനോസിസ്, അജിറ്റേറ്റഡ് ബിഹേവിയർ ആൻഡ് പൾസസ് പാരാഡോക്സസ്. സാധാരണ സിവിയർ ആസ്മയിൽ ഹാർട്ട് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് ബ്രേഡിയിലോട്ട് പോവില്ല, ടാക്കിക്കാർഡിയാണ് ഉണ്ടാകുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ ഫീച്ചേഴ്സ്. ഓക്കെ, സോറി, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദീസ് റെസ്പിറേറ്ററി പാസേജ്. അതിൽ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആൽവിയോളെ, ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾസ്, റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ്, ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ഓക്കെ, ആൽവിയോളെ, ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾസ്, റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് ആൻഡ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? ഓക്കെ, അതായത് നമുക്കറിയാം ഏറ്റവും മുകളിൽ വരുന്നത് ബ്രോങ്കൈ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത ബ്രോങ്കൈ വന്ന് ഡിവിഷൻ വന്ന് ബ്രോങ്ക്യൂൾസ് ആയി മാറുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ജസ്റ്റ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആകുന്നു. നെക്സ്റ്റ് വൺ എന്താണ് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ്. ഏറ്റവും അവസാനത്തെ പാർട്ടാണ് എന്ത് ആൽവിയോളെ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലൈന്റ് ഹു ഹാഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ചെസ്റ്റ് പെയിൻ ഈസ് ഷെഡ്യൂൾഡ് ഫോർ ആൻ എക്സസൈസ് ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കൗൺസിലിംഗ് ദ ക്ലൈന്റ്? പേഷ്യൻറ്റിന് റെക്കറൻ്റ് ആയിട്ട് ചെസ്റ്റ് പെയിൻ വരുന്നു, നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാമിന് പേഷ്യൻറ്റിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? പെട്ടെന്ന് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. നോൺ ഇൻവേസീവ് ടെസ്റ്റ് ടു ചെക്ക് യുവർ ഹാർട്ട് റെസ്പോൺസ് ടു ഫിസിക്കൽ ആക്ടിവിറ്റി. ദിസ് ടെസ്റ്റ് ഈസ് ദ ഡെഫിനറ്റീവ് മെത്തേഡ് ടു ഐഡൻറ്റിഫൈ ദ ആക്ച്വൽ കോസ് ഓഫ് യുവർ ചെസ്റ്റ് പെയിൻ. Finding of this test will be of minimal assistance in the treatment of angina. Then finding from this minimally invasive test will show how your body reacted to exercise. ഏതാണ് ആൻസർ? നമുക്ക് റെക്കറൻ്റ് ആയിട്ട് ചെസ്റ്റ് പെയിൻ വരുന്ന ഒരു പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് നമ്മൾ എക്സസൈസ് ഇലക്ട്രോ കാർഡിയോഗ്രാം ചെയ്യുകയാണ് എങ്കിൽ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നിങ്ങൾക്കറിയാം ഇതൊരു നോൺ ഇൻവേസീവ് ടെസ്റ്റ് തന്നെയാണ് അല്ലേ, ഇലക്ട്രോ കാർഡിയോഗ്രാം. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മളൊരു എക്സസൈസ് കൊടുക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടെ വരുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒക്കെ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻ്റെ BP-യും വൈറ്റൽസും എല്ലാം ചെക്ക് ചെയ്യുന്നു. പേഷ്യൻ്റെ ഇമോഷണൽ അതായത് സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. ഡ്യൂറിങ് ദ പ്രൊസീജിയർ നമ്മൾ വൈറ്റൽസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, എസ്പെഷ്യലി BP. സോ അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതൊരു രണ്ട് ഓപ്ഷൻ നമുക്ക് വരാം, ഓപ്ഷൻ A ആൻഡ് D. പക്ഷേ ഡിയിൽ എന്താണ് മിനിമലി ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ മിനിമലി ഇൻവേസീവ്, ഇറ്റ്സ് നോട്ട് നോൺ ഇൻവേസീവ് ടെസ്റ്റ് ആണ്. സോ നോൺ ഇൻവേസീവ് ടെസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ചെസ്റ്റ് പെയിൻ്റെ ആക്ച്വൽ കോസ് ഒന്നും കണ്ടെത്താനൊന്നും പറ്റത്തില്ല. പിന്നെ മിനിമൽ അസിസ്റ്റൻറ്റ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൻജൈന ഇസ് നോട്ട് എന്താണ് കറക്റ്റ്. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ.
Question number 80. Endoscopic instruments are sterilized by autoclaving, hot air oven, 2% glutaraldehyde and boiling. Endoscopic instruments are sterilized by എന്താണ്? നമ്മൾ സാധാരണ എൻഡോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് എൻഡോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. എ നഴ്സ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എ പേഷ്യൻറ്റ് ഹൂസ് ബോഡി ടെമ്പറേച്ചർ ഈസ് ബിലോ 35. All of the following measure the nurse will apply to manage hypothermia except. Negative question ആണ്. Cover the patient with warm blanket, provide alcohol drink, place the patient in supine position with the head and lower. None of the above. താഴെ പറയുന്നതിൽ ഒഴിവാക്കാവുന്നത് അപ്ലൈ ടു മാനേജ് ഹൈപ്പോതെർമിയ എക്സെപ്റ്റ്. നിങ്ങൾക്കറിയാം പ്രൊവൈഡ് ആൽക്കഹോൾ ഡ്രിങ്ക് ടു ദ പേഷ്യൻറ്റ് അല്ലേ, ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. So that is the correct answer, option B. Social stratification implies. അതും ചോദിക്കാറുണ്ട്, പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? നിങ്ങൾക്കറിയാം സോഷ്യൽ എന്താണ്? ഇൻഇക്വാലിറ്റി അല്ല, ഇക്വാലിറ്റി അല്ലടോ, ഇൻഇക്വാലിറ്റി ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മുടെ റേസ്, എഡ്യൂക്കേഷൻ, പിന്നെന്താണ് നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഒരു ഹൈ ക്ലാസ്, ലോ ക്ലാസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ, അതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഇക്വാലിറ്റി ആണ് കേട്ടോ, സോഷ്യൽ ഇൻഇക്വാലിറ്റി. ദെൻ which among the following is sedimentary type of cycle? Sulfur cycle, nitrogen, oxygen cycle and carbon cycle. ഇതിനകത്ത് നൈട്രജൻ, നമുക്ക് സെഡിമെൻ്ററി ടൈപ്പ് ഓഫ് സൈക്കിളിനകത്ത് പറഞ്ഞ എർത്ത് സൈക്കിൾ, സൾഫർ സൈക്കിൾ, ഇതെല്ലാം അതിനകത്താണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ആയ വർഷം. പാസ്ഡ് ഇൻ 1955, 1961, 1985, 1971. പറയാമോ? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1961. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 85. ഇൻ എ നോർമൽ ആവറേജ് ഇൻഫൻറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ബോഡി ലെങ്ത് ദെൻ ദാറ്റ് അറ്റ് ബർത്ത് അറ്റ് ദ ഏജ് ഓഫ് 1 year. നമുക്കറിയാം ബോഡി ലെങ്ത് അറ്റ് ബർത്തിൽ 50 ആണെങ്കിൽ, 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഒരു വയസ്സാകുമ്പോൾ 75 ആകും. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 25% കൂടി എത്ര 75 ആയി മാറുന്നു, 75% ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇവിടെ ചോദിക്കുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ബോഡി ലെങ്ത് അല്ലേ, അപ്പോൾ നമുക്ക് ഏകദേശം 75% ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദെൻ ഇൻ്റർമിറ്റൻറ്റ് ക്ലോഡിക്കേഷൻ ഈസ് എ സൈൻ of arterial occlusive disease, myocardial infarction, nerve injury, peripheral neuropathy. Intermittent claudication എന്ന് പറയുന്നത് എന്തിൻ്റെ സൈനാണ്? നിങ്ങൾക്കറിയാം ആർട്ടീരിയൽ എന്താണ് ഒക്ലൂസീവ് ഡിസീസിൻ്റെ ഒരു സൈനാണ് എന്ത് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആർട്ടറി ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ, ഓക്കെ, ആർട്ടറി ഒബ്സ്ട്രക്റ്റഡ് ആകുന്നു, അതുപോലെ തന്നെ ആരോ ആകുന്നു. എന്തുകൊണ്ട്? ചിലപ്പോൾ ആർട്ടീരിയോസ്ക്ലീറോസിസ് കാരണം ഒബ്സ്ട്രക്റ്റഡ് ആകുന്നു. അപ്പോൾ ഏത് പാർട്ടാണോ ആ ഭാഗത്തോട്ട്, പൊതുവെ തൈ, അതുപോലെ കാഫ് മസിൽസ്, ആ ഭാഗത്തൊക്കെയാണ് ഒരു ക്ലോഡിക്കേഷൻ ഫീൽ ചെയ്യുക. സാധാരണ റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് മാറുന്നു. അതിനർത്ഥം എന്താണ്? നമുക്ക് ആർട്ടറി ഒക്ലൂസീവ് ഡിസീസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. So next question, question number 87. Which of the following is true with regard to pregnancy induced hypertension? It is called gestational hypertension, raised BP before 20 weeks gestation, visual disturbance are always present, proteinuria is usually present. നമുക്കറിയാം ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രീ എക്ലാംസിയ ടു നമുക്ക് ശരിക്കും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ വിത്തൗട്ട് പ്രോട്ടീനൂറിയ. മനസ്സിലായല്ലോ? ആഫ്റ്റർ 20 വീക്സ് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ വിത്തൗട്ട് പ്രോട്ടീനൂറിയ ആണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ.
ഇവിടെ അതല്ല, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ബി പി എന്ന് പറയുന്നത് 140/90 കൂടുതലായിരിക്കും. അതായത് പ്രഗ്നൻസിക്ക് മുന്നേയും പിന്നെന്താണ് 20 ആഴ്ച പ്രഗ്നൻസി തുടങ്ങി, അതായത് 20 ആഴ്ചയ്ക്ക് മുന്നേയും എന്താണ് കുട്ടിക്ക് ബി പി ഉണ്ടായിരിക്കും. ഇനി അടുത്തത് എന്താണ്? പ്രീ എക്ലാംസിയ. അതായത് ഹൈപ്പർ ടെൻഷനും ഉണ്ടാകും, പ്രോട്ടീനൂറിയ ഉണ്ടാകും. മനസ്സിലായല്ലോ? അതായത് 300 മില്ലിഗ്രാമിൽ കൂടുതലായിരിക്കണം പ്രോട്ടീനൂറിയ ആഫ്റ്റർ 20 വീക്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. എക്ലാംസിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കൺവൾഷനും കൂടെ വരുന്നു. മനസ്സിലായല്ലോ? സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ വിത്ത് റിഗാർഡ് ടു പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇറ്റ് ബി പി റേസ്ഡ് ബിഫോർ 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ. അല്ലല്ലോ, ആഫ്റ്റർ ആണ്. വിഷ്വൽ ഡിസ്റ്റർബൻസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രോട്ടീനൂറിയ യൂഷ്വലി പ്രസൻറ്റ്, എല്ലാ കേസിലും ഇല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റേഷണൽ അതായത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അതർവൈസ് നോൺ ആസ് എന്താണ് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. ആ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. ആഡംസ് ആപ്പിൾ ഈസ് ഫോംഡ് ബൈ ക്രിക്കോയിഡ്, തൈറോയിഡ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് ഹയോയിഡ് ബോൺ. ഏതാണ് ആഡംസ് ആപ്പിൾ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ അറിയാം. ഏതാണ് വരുന്നത്? തൈറോയിഡ് കാർട്ടിലേജ്. ക്രിക്കോയിഡ് അല്ല കേട്ടോ, തൈറോയിഡ് കാർട്ടിലേജ്. അടുത്തത്, എമംഗ് ദ ഫോളോയിങ് ദ ടാസ്ക് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ രജിസ്റ്റേർഡ് നഴ്സ് ബട്ട് ക്യാൻ ബി ഡെലിഗേറ്റഡ് ടു ദ ഹോം ഹെൽത്ത് എയ്ഡ്. അതായത് നമുക്കിപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഹോം ഹെൽത്ത് എയ്ഡ് ആയാലും അവരെ കൊണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഏതാണ്? ഫീഡിങ് ആൻഡ് ബാത്തിങ്, അഡ്ജസ്റ്റിംഗ് ഓക്സിജൻ ഫ്ലോ, ടീച്ചിങ് ദ ക്ലൈൻറ്റ് അബൌട്ട് മെഡിക്കേഷൻ, അസസിങ് വൂണ്ട് ഹീലിംഗ് പ്രോഗ്രസ്. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, എൻക്ലെക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പുറത്ത് PNRN എന്നുള്ള ഇതുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ പക്ഷേ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, പോട്ടെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു രജിസ്റ്റേർഡ് നേഴ്സ് അല്ല, നമുക്കൊരു ഹോം ഹെൽത്ത് എയ്ഡിനും ചെയ്യാൻ പറ്റുന്നതാണ് ഫീഡിങ് ആൻഡ് ബാത്തിങ്. പക്ഷേ രജിസ്റ്റേർഡ് നേഴ്സ് മാത്രമേ ഓക്സിജൻ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുക, മെഡിക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിനെ അസസ് ചെയ്യുക, ഇതെല്ലാം എന്താണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ദ തേർഡ് ഫേസ് ഓഫ് ബോഡീസ് അഡാപ്റ്റേഷൻ ടു സ്ട്രെസ്, റിയാക്ഷൻ, എക്സ്പോഷൻ, റെസിസ്റ്റൻസ് ആൻഡ് റീബൗണ്ട്. നിങ്ങൾക്കറിയാം സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പം നമ്മളൊരു സ്റ്റേജ് പഠിച്ചിട്ടുണ്ട്, അലാം, റെസിസ്റ്റൻറ്റ് ആൻഡ് എക്സ്പോഷൻ അല്ലേ? അലാം ഫേസിൽ നമുക്ക് എന്താണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റിയാക്ഷൻ, ദെൻ റെസിസ്റ്റൻറ്റ്, ദെൻ അത് കഴിഞ്ഞ് എക്സ്പോഷൻ. അപ്പോൾ എക്സ്പോഷനാണ് എന്ത് നമുക്ക് തേർഡ് ഫേസ് ആയിട്ട് പറയുന്നത്. ബോഡി റിയാക്ട് ചെയ്യുവാണ് ആ ഒരു സിറ്റുവേഷൻ. Then which of the following is not a role played by a nurse? Nurses role അല്ലാത്തത് ഏത്? കെയർ ഗിവർ, കമ്മ്യൂണിക്കേറ്റർ, കൗൺസിലർ ആൻഡ് ഫിസിഷ്യൻ. നമുക്ക് സാധാരണ പഠിക്കുന്ന സമയത്ത് റോൾ ഓഫ് നേഴ്സ് എന്താണ് എന്ന് പറഞ്ഞ് ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്കറിയാം, കുറേ പടമൊക്കെ വരച്ച് വെച്ചിട്ട് നമ്മൾ എഴുതും. കെയർ ഗിവർ, കമ്മ്യൂണിക്കേറ്റർ, അഡ്വക്കേറ്റ്, കൗൺസിലർ, റീഹാബ് എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ്? ഫിസിഷ്യൻ എന്നുള്ള റോള് നമുക്ക് ഉണ്ടോ? ഇല്ല അല്ലേ? നോട്ട് പ്ലേഡ് ബൈ എ നഴ്സ്, ഫിസിഷ്യൻ അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. ദ ആക്ഷൻ ഓഫ് ദ സിമ്പതറ്റിക് സിസ്റ്റം ഇൻ ദ വോൾ ഓഫ് എയർവേ. എയർവേയിൽ നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ റോൾ എന്താണ്? ആക്ഷൻ എന്താണ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണോ? ഇൻക്രീസ്ഡ് സെക്രീഷൻ, ഇൻക്രീസ്ഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ആൻഡ് ബ്രോങ്കോ ഡയലേഷൻ. എന്താണ് വരിക? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ എയർവേയിലുള്ള ആക്ഷൻ എന്താണ്? നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഐഡിയ, അതെല്ലാം എന്താണ്? സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ആക്ഷനാണ്. അതുപോലെ ഇവിടെ എയർവേയിൽ സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ആക്ഷൻ വെരി ഗുഡ്, ബ്രോങ്കോ ഡയലേഷൻ ആണ്. ഗുഡ്. ദെൻ അടുത്തത്, മൈക്രോ ഓർഗാനിസം ദാറ്റ് ഈസ് യൂഷ്വലി എ പാർട്ട് ഓഫ് എ നോർമൽ വജൈനൽ ഫ്ലോറ ബട്ട് ക്യാൻ കോസ് മെനിഞ്ചൈറ്റിസ് ഇൻ ന്യൂബോൺ. നമുക്ക് വജൈനയിലുള്ള ഒരു നോർമൽ ഫ്ലോറയാണ്. നമുക്ക് നോർമൽ ഫ്ലോറ എന്ന് നമ്മുടെ ബോഡിയിലുള്ള നോർമലി ഉള്ള ബാക്ടീരിയയാണ്, ബട്ട് സെർട്ടൈൻ കണ്ടീഷൻ ദാറ്റ് മേക്ക് കോസ് ഡിസീസ്, അതിന് ട്രാൻസിയൻ ഫ്ലോറ അല്ലേ? അപ്പോൾ ഇതിൽ നോർമൽ ഫ്ലോറയാണ്, ബട്ട് ചില കേസുകളിൽ കുഞ്ഞുങ്ങളിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ അത് വജൈനയിൽ നിന്നല്ല ത്രോട്ടിലാവാം. ഓക്കെ, അമ്മയുടെ ത്രോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാറുണ്ട്. അത് ഏത് ഓർഗാനിസം ആയിരിക്കും? വളരെ സിമ്പിളാണ്, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ. കറക്റ്റ് ആൻസർ. ഇവിടെ എല്ലാവരും ആൻസർ പറഞ്ഞു, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെയാണ് കറക്റ്റ് ആൻസർ.
So question number 94, poor skin turgor in neonate and infant indicate hypoglycemia, hypocalcemia, dehydration and hypertonia. Poor skin turgor ആണെങ്കിൽ എന്താണ് അസസ് ചെയ്യുക? നമുക്കറിയാം എന്താണ് സ്കിൻ ടർഗർ പുവർ ആണെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ അല്ലേ? ഡീഹൈഡ്രേഷൻ. അടുത്ത എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഐഡിയ ഓർ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ്. നമ്മുടെ റിസർച്ചിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഐഡിയ ഓർ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് വാട്ട്? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. വെരി ഗുഡ്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഓക്കെ, ദെൻ ഷൂട്ട്സ് മെത്തേഡ് ആൻഡ് മാത്യു ഡെക്കാൻ മെത്തേഡ്. നമ്മുടെ പ്ലാസന്റൽ സെപ്പറേഷനിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് അല്ലേ? വേസ് ടു മോണിറ്റർ ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഡെലിവറി ഓഫ് പ്രസന്റിംഗ് പാർട്ട്, മെത്തഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റ ആൻഡ് വേസ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദ ഫീറ്റസ്. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. ഷൂട്ട്സ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രൽ സെപ്പറേഷനും ഡെക്കാൻ മെത്തേഡ് എന്ന് പറയുന്നത് മാർജിനൽ സെപ്പറേഷൻ ഓഫ് പ്ലാസന്റയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 97, ദ ടേം റിസോഴ്സ്ഫുൾനെസ്. എന്താണ് ഈ റിസോഴ്സ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് എന്താണ് റിസോഴ്സ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ആൻഡ് ദ ഫുൾ ഫോം ഓഫ് GAS, നേരത്തെ നമ്മൾ സ്ട്രെസ് പറഞ്ഞു, അതിൽ തന്നെ വരുന്നതാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം അല്ലേ? ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, ജനറൽ അഡാപ്റ്റേഷൻ സിസ്റ്റം, ജനറൽ അലാം സൈൻ, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം ആൻഡ് ജനറൽ അലാം സിൻഡ്രം. ഓപ്ഷൻ സി ആണ് കേട്ടോ, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം. യെസ്. ദെൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫേസസ് ഇൻ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ സ്റ്റേഷനറി ഡിക്ലൈൻ, ലാഗ് സ്റ്റേഷനറി എക്സ്പോണൻഷ്യൽ ഡിക്ലൈൻ, ലാഗ് എക്സ്പോണൻഷ്യൽ ഡിക്ലൈൻ സ്റ്റേഷനറി, ലാഗ് ഡിക്ലൈൻ എക്സ്പോണൻഷ്യൽ സ്റ്റേഷനറി. നിങ്ങൾക്കറിയാം ബാക്ടീരിയൽ കർവ് എങ്ങനെയാണ് വരുന്നത്? എന്താണ്? ഫസ്റ്റ് നിങ്ങളിങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ലാഗ് ഫേസ്, ദെൻ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരുന്നു, ദെൻ സ്റ്റേഷനറി, ദെൻ ഡിക്ലൈൻ. ഇങ്ങനെയാണ് നമ്മുടെ ബാക്ടീരിയൽ കർവ് പോകുന്നത്. സോ ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി ആൻഡ് ഡിക്ലൈൻ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്? സോഷ്യോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാമിലി, ട്രേഡ് യൂണിയൻ, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ നമുക്ക്? അപ്പോൾ അതിനകത്ത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി. വെരി ഗുഡ്. സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയവും വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് വരുന്ന ക്ലാസ്സുകളിലും വരുന്ന ഓരോ യൂട്യൂബ് വീഡിയോസിലും നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് വൈസ് ഡിസ്കഷൻ വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ 4th ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്.